الصمد الجبار الحمد لله الأحد الغفار والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات وسوف يلقون غيا صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. القبر إما روضة من رياض الجنة أو حفرة من نفر النيران أو كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدني وافرا يا بهجة الدارين كلي ناصرا يا غافر اللاسين كلي غافرا جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك جد لي بجودك أرضني برضاك يا سيدي مددي سندي ويا هددي مؤيدي مددي عمدي العاشددي
مسيدي سددي ألدي بلا عدد كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين لخمسة نطفي بها الرم وباء الحاتمة المصطفى والمرتضى وابناهما والفاطمة പുന്നാര നബീനാ കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പുന്നാര നബീന കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാൾ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് പാപിയാം ഞാനെന്നും പാതിരാ നേരത്തും പരനോട് യാചിക്കുന്നേ പ്രാവുകൾ പാറുന്ന പാവന റൗളയെ കാണാൻ കൊതിയാകുന്നേ മനസ്സിൻ്റെ ദാഹം തീരുന്നതെന്നാ പോരിശയേകുന്നതെന്നാ പുന്നാര നബീന കാണുന്നതെന്നാ പുന്നാര റൗളയിൽ പോകുന്നതെന്നാ പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ് ഹൃദയം തൂകുന്നതെന്നാണ് ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ തെക്കിൽ ഫൗണ്ടേഷന്റെ ചെയർമാൻ സമുദായത്തിന് ഉപയോഗപ്രദമായ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് ആവശ്യം ഉള്ളതെല്ലാം നേടിത്തന്നുകൊണ്ടിരിക്കുന്ന ടി.എം. ഷഹീദ് സാഹിബ് ഈ പരിപാടിക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് അതിൻ്റെ മുഴുവൻ ഭംഗിയും വാർത്തെടുക്കുന്നതിനു വേണ്ടി ശ്രമകരമായ പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്ത് ഉലൈസ് സാഹിബ്, അതുപോലെ ഈ സദസ്സിന് ഭക്തി നിർഭരമായ പ്രാർത്ഥന സമ്മാനിച്ച ബഹുമാന്യനായ മുദരിസ് ഉസ്താദ് അവർകൾ, ഈ മനോഹരമായ വേദിയിൽ എത്തിയ അബ്ദുൽ ഖാദർ സാഹിബ്, എബി കലാം, കാസർഗോഡ് അഷ്റഫ്, അങ്ങനെ ഉൾപ്പെടെ ഒരുപാട് സഹോദരങ്ങൾ, പൊതുപ്രവർത്തകർ, യുവ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ സാമൂഹിക സാമുദായിക നേതാക്കന്മാർ, ഇതര മതങ്ങളിലുള്ള
അവരുടെ പ്രവർത്തന മേഖലകളിൽ വളരെ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ഇതര മതസ്ഥരുടെ മറ്റ് നേതാക്കന്മാർ, അതിലുപരി വളരെ നേരത്തെ തന്നെ ഈ മഹനീയമായ വേദിയിൽ എത്തിച്ചേർന്ന ഉമ്മബെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ പടച്ചതമ്പുരാൻ ഈ മഹനീയ വേദിയുടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം തരുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ പ്രയാസങ്ങളും നൊമ്പരങ്ങളും സങ്കടങ്ങളുമെല്ലാം സൃഷ്ടാവായ പടച്ചതമ്പുരാൻ ഈ മഹത്തായ വേദിയുടെ പോരിശ കൊണ്ട് നമ്മിൽ നിന്ന് മാറ്റിത്തരികയും സ്വസ്ഥതയും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹനീയ വേദിയെ അല്ലാഹു പൂർണ്ണമായും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഉതകുന്ന പ്രാർത്ഥനാ മജ്ലിസ് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം അറിയുമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അറിയുമായിരിക്കും, ചിലരൊന്നും ചിരിക്കുന്നില്ല, അവരെ കാണുമ്പോൾ ഒരു സങ്കടമുണ്ട്. മലയാളം നല്ലതുപോലെ അറിയില്ലെങ്കിൽ ആകെ വിഷമിക്കും. കാരണം ഇവിടെ ഓരോരുത്തരും പ്രസംഗിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഉസ്താദിന് അവർ പറഞ്ഞ കോമഡിയൊക്കെ ഇഷ്ടപ്പെട്ട് ചിരിക്കുകയാണെന്ന്. എല്ലാവരും ചിരിക്കുമ്പോൾ ഞാൻ ചിരിച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ എന്ന് എഴുതി ചിരിച്ചതാണ്, മനസ്സിലായിട്ട് ചിരിച്ചതല്ല. പിന്നെ ധാരാളം ഒരുപാട് പേര് എന്നെക്കുറിച്ച് പോലും ഒരുപാട് മധുഹൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ നിന്നൊന്നും അറിഞ്ഞില്ല സംഭവം. ഞാനിങ്ങനെ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നൗഷാദ് ഗുരുക്കൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അള്ളാഹുവേ എന്നാണോ പറയണത്, നല്ലതാണോ എന്താണെന്ന് അറിയില്ല. പിന്നീട് ഒരാൾ വന്ന് പറഞ്ഞു ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത് നല്ല തമ്മിലടിയൊന്നും ഇല്ലാതെ സമുദായത്തെ ഒറ്റക്കെട്ടായി നിർത്താൻ ഉപദേശ നിർദ്ദേശം കൊടുക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ് നൗഷാദ് ഗുരുക്കൾ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അള്ളാഹുവേ, കാരണം വീട്ടിൽ കർണാടകയിലാണെന്ന് പറഞ്ഞപ്പോൾ പെണ്ണുമ്പിള്ളയുടെ മുഖമൊക്കെ ചുവന്ന്, എന്നാലും വരാതിരിക്കാൻ പറ്റില്ല, ഡേറ്റ് കൊടുത്തതാണ്. ഷഹീദ് സാഹിബിനെ ഇനി കാണാനുള്ളതാണ്. അൽഹംദുലില്ലാ, ഏതായാലും നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാകുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ 2 മണിക്കൂർ 1.5 മണിക്കൂർ പാഴായി പോകും. വളരെ ഗൗരവമുള്ള വിലയേറിയ ഒരു വിഷയമാണ്. എല്ലാവർക്കും ഈ സംസാരശൈലി മനസ്സിലാകുമല്ലോ ഇൻഷാ അല്ലാഹ്. ഇടയ്ക്ക് 5-6 കൈയൊക്കെ പൊങ്ങി. കാസറ്റൊക്കെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? പിന്നെ യൂട്യൂബ് ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, എല്ലായിടത്തും ഉണ്ടല്ലോ. കർണാടകയിലും കേരളത്തിലും വിദേശ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും അതുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഏതായാലും സമയം ഒരുപാട് വൈകി. നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് കറക്റ്റ് 7 മണി കഴിയുമ്പോൾ 7:30 നമുക്ക് ആരംഭിച്ച് 10:30 തന്നെ നിർത്താൻ സാധിക്കും. പക്ഷെ ഇന്ന് സമയം വൈകിപ്പോയി. എങ്കിലും പിന്നെ ഷഹീദ് സാഹിബ് അൽഹംദുലില്ലാ ഭരണാധികാരികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സമയം കൂടി വാങ്ങിത്തരും. കാരണം നമ്മളെല്ലാവരും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നിയമത്തെ മറികടക്കാൻ കൊതിക്കുന്നവരല്ല, അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആദർശ ശുദ്ധിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അൽഹംദുലില്ലാ സമയം അനുവദിച്ചിരിക്കുന്നത് എവിടം വരെയാണോ അവിടം വരെ ധൈര്യസമേതം നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. തെക്കിൽ ഫൗണ്ടേഷൻ എന്നത് ജാതി മതഭേദമന്യേ മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള പവർ ഇതിനകം നേടിയെടുത്തു എന്നത് ഈ സദസ്സിൽ വന്ന നേതാക്കന്മാരെയും അവരുടെ ആ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യത്തെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും ധാരാളം പ്രവർത്തന മേഖലകളിൽ കണ്ണീരൊപ്പാൻ, സങ്കടപ്പെടുന്ന മനസ്സുകൾക്ക് സന്തോഷം പകരാൻ കാരുണ്യവാനായ പടച്ചതമ്പുരാൻ ആ പ്രവർത്തന മേഖലകളിൽ ഉള്ള സഹോദരങ്ങൾക്ക് കരുത്തു പകർന്നു കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യണം എന്ന് ഏൽപ്പിച്ചിരിക്കുന്ന വിഷയം മണ്ണറയിലെ മഹാത്ഭുതങ്ങൾ എന്നതാണ്.
മണ്ണറയിലേക്ക് മനുഷ്യരെ കൊണ്ടുവച്ചാൽ അവിടെ നടക്കുന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ള മനുഷ്യന്റെ താല്പര്യത്തെ സംബന്ധിച്ചും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിനെ സംബന്ധിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും ആനുകാലികമായ ചില സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സിൽ ആ ചിന്തയെ കൊണ്ടുവന്ന് ഇബാദത്തിനെ ഒന്ന് കണ്ണീരണിയിപ്പിച്ച് നാളെ വിശ്വാസത്തിന്റെ സൗന്ദര്യം എന്ന മഹനീയ വിഷയവും ചർച്ച ചെയ്ത് നിറകണ്ണുകളോട് അൽഹംദുലില്ലാ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഈ ഗ്രൗണ്ട് അൽഹംദുലില്ലാ ഏകദേശം ചേറുകൾ കഴിഞ്ഞു, കസേരകൾ കഴിഞ്ഞു. നിന്നും ഇരുന്നുമായി വിശാലമായ ഗ്രൗണ്ടിന്റെ അകത്ത് നിറഞ്ഞു കവിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ഒരാളുടെയെങ്കിലും ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഇന്നത്തെ ദിവസം ഒരു ഉന്നതമായ ഈമാനികമായ പരിവർത്തനത്തിലേക്ക് യാത്ര ചെയ്യാൻ തിരിക്കുന്നതിനുള്ള അവസരങ്ങൾ അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങൾ, സഹാബത്തിൽ ഏറെ ശക്തമായ ഈമാനുള്ള ഒരു ആളായിരുന്നു ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബികളിൽ ഏറ്റവും നല്ല ശക്തിയുള്ള ഈമാനിന്റെ വക്താവായിരുന്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിനോട് പലപ്പോഴും പറയുമായിരുന്നു, മുആദിന്റെ ഈമാൻ കണ്ട് നിങ്ങൾ പഠിക്കണം, മുആദിനെ നോക്കി നിങ്ങൾ പഠിക്കണം. മുആദിന്റെ ഈമാൻ എങ്ങനെ ആ രീതിയിലാക്കിയെടുത്തു അതുപോലെ നിങ്ങളും ഈമാനിനെ വാർത്തെടുക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരു വിഭാഗം സഹാബികൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് നിന്നും മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ പ്രിയപ്പെട്ട മുആദ്, അവിടുത്തെ ഈമാനിന്റെ ശക്തിയുടെ കാരണം എന്താണ്? അവിടുത്തെ ഈമാനിന്റെ പവറിന്റെ കാരണം എന്താണ്? അവിടുത്തെ ഈമാനിന് ഇത്രമാത്രം ശക്തിയുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനൊരു ചുവട്ടടി മുമ്പോട്ട് വെച്ചാൽ, ഞാനൊരു കാല് മുന്നോട്ട് വെച്ചാൽ അടുത്ത കാൽപാദം വെക്കുന്നതിന് മുമ്പ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് എന്റെ റൂഹ് പിടിച്ചുകൊണ്ട് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഒരു ചുവട്ടടി ഞാൻ മുമ്പോട്ട് വെച്ചാൽ അടുത്ത ചുവട്ടടി വെക്കുന്നതിന് മുമ്പ്, അടുത്ത കാല് വെക്കുന്നതിന് മുമ്പ്, അടുത്ത കാൽപാദം വെക്കുന്നതിന് മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് എന്റെ റൂഹ് പിടിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടാണ് എന്റെ മനസ്സിന്റെ ഈമാനിന് ഇത്രത്തോളം ഗാംഭീര്യത വന്നു പോകാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ. ഒരു കാല് മുന്നോട്ട് വെച്ചാൽ അടുത്ത കാൽപാദം വെക്കുന്നതിന് മുമ്പ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് എന്റെ ഈമാനിന് ശക്തി കൂടിയത് എന്ന് മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു. ഈ ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിനും അൽഹംദുലില്ലാ ശക്തി കൂടും. അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കുമോ എന്നുള്ള ഒരു ചിന്ത. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇതെന്റെ അവസാന നിസ്കാരമാണോ റബ്ബേ, ഇതെന്റെ അവസാന പ്രസംഗമാണോ റബ്ബേ, നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ നസീഹത്താണോ റബ്ബേ, അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ ചില സഹോദരിമാർ സഹോദരങ്ങൾ ഇപ്പൊ പറയും, തറ നാക്കെടുത്തൊന്നും പറയാതിരിക്കുന്നത് അവസാനത്തെ വാളാണ്, അവസാനത്തെ നസീഹത്താണ്, അവസാനത്തെ പ്രാർത്ഥനയാണെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ സങ്കടം തരാതിരിക്കുക. അതിലൊന്നും കാര്യമില്ല. അങ്ങനെ തന്നെ ജീവിക്കണം നമ്മൾ. ഇത് അള്ളാഹുവിന്റെ ജീവിതത്തിന്റെ അവസാന മജ്‌ലിസാണോ റബ്ബേ. ഓരോ സദസ്സിലും ഈ വിനീതൻ പ്രഭാഷണത്തിന് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, അള്ളാഹുവേ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വഅദിന്റെ രാത്രിയാണോ റബ്ബേ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആ വഅദിൽ ഒരു ആത്മാർത്ഥത വരിക, ആ നസീഹത്തിൽ ഒരു ഇഖ്ലാസ് വരുന്നത്. ഇതെന്റെ അവസാനത്തെ നസീഹത്ത് ആയിരിക്കുമോ റബ്ബേ എന്ന് ചിന്തിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിലോ കർണാടകയിലെ സുല്ലിയ എന്ന് പറയുന്ന പ്രദേശത്ത് ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിർത്തിയിട്ട് പറയുന്ന ഈ പ്രഭാഷണത്തിന് വേണ്ടി
അല്ലാഹു പടച്ചതമ്പുരാൻ എന്റെ മണ്ണറയിൽ ഒരുക്കി വെച്ചിരിക്കുന്നൊരു മഹത്താര പ്രതിഫലമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇൽമിന്റെ മജ്‌ലിസിന് കിട്ടുന്ന പ്രതിഫലം ചെറുതല്ല. അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന, അവന്റെ ഹബീബിനെ കുറിച്ച് പുകഴ്ത്തുന്ന, മദ്ഹ് പറയുന്ന, മദ്ഹ് പാടുന്ന ഈ രാത്രിക്ക്, റബീഉൽ അവ്വലിന്റെ ഈ രാത്രിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം നിസ്സാരമല്ല. അത് നേടാൻ അല്ലാഹുവിന്റെ മണ്ണറയിലേക്ക് പോകുമ്പോൾ ഇതാണല്ലോ അവസാനമായി എന്റെ പടച്ചോന്റെ മുന്നിൽ കൊടുക്കാനുള്ളതെന്ന് ചിന്തിക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലത്തിന്റെ ദിവസമായിരിക്കും ഇത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അല്ലാഹുവേ, ഇതിന്റെ പൂർണ്ണമായ പ്രതിഫലം ഇഖ്ലാസോടുകൂടി എന്റെ ഖബറിന്റെ അകത്ത് കിട്ടണം എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് എല്ലാവരും ഇരിക്കണം. എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു അങ്ങനെ ഒരു പ്രതിഫലം നമുക്ക് തരുമാറാകട്ടെ. ചില ആൾക്കാർ പറയും, അതിനെ നമ്മൾ ഇപ്പോഴൊന്നും മരിക്കൂല ഉസ്താദേ. ഞാൻ ഇവിടെ കർണാടകയിൽ 10 ഏക്കർ വസ്തുവാണ് വാങ്ങിയിട്ടിരിക്കുന്നത്. കാസർഗോഡ് 4 ബിൽഡിംഗ് ആണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചില യുവ സുഹൃത്തുക്കൾ പറയും, സുന്ദരിയായ ഒരു കുട്ടിയെ ഇപ്പൊ 9ാം സ്റ്റാൻഡേർഡിലാണ് ഞാൻ നോക്കി വെച്ചിരിക്കുകയാണ്, +2 ആകുമ്പോൾ എനിക്ക് അവളെ നിക്കാഹ് കഴിക്കണം. ഇതൊക്കെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ വളർന്ന ചിന്തകളായി നിൽക്കുമ്പോൾ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ആരോഗ്യം ഉസ്താദ് കണ്ടില്ലേ? കോംപ്ലാൻ ബോയ് അല്ലേ? അതൊക്കെ കഴിച്ച് മസിലൊക്കെ പിരിക്കി നല്ല ഉഷാറിൽ നിൽക്കുന്ന ഞാൻ ഇന്നോ നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. നല്ല തന്റേടവും നല്ല ഉയരവും നല്ല ആരോഗ്യവുമുള്ള എനിക്ക് ഒരു കാരണവശാലും അങ്ങനെയുള്ള ഒരു ഭയപ്പാട് മനസ്സിലില്ല എന്ന് ചിന്തിക്കുന്നവരെ എത്രയോ പേര്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നത് രാവിലെ, ഇന്നലെ രാത്രിയിൽ പ്രഭാഷണം കഴിഞ്ഞ് ഒരു മരണ വീട്ടിൽ പോയിട്ടാണ്. മരണവീട്ടിൽ ഏകദേശം 43 വയസ്സ് മാത്രം പ്രായമുള്ള തിരുവനന്തപുരം ജില്ലയുടെ ഒരു സഹോദരൻ 4 ദിവസം മുമ്പ് സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. 18 വയസ്സ് മുതൽ വിദേശ രാജ്യത്താണ്. 18 വയസ്സ് മുതൽ വിദേശ രാജ്യത്താണ്. ഖത്തറിൽ, ദുബായിൽ, അബുദാബിയിൽ അങ്ങനെ ജോലി. ആദ്യമായിട്ട് സൗദിയിലേക്ക് പോവുകയാണ് 3 മാസം മുമ്പ്. ഭാര്യ പറഞ്ഞു, ഇനിയും വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടണം, ആയുസിന്റെ പകുതിയും അവിടെയാണല്ലോ ചെലവഴിച്ചത്. അയാൾ പറഞ്ഞു, എന്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം മരണപ്പെടുന്നതിന് മുമ്പ് എനിക്കൊരു ഉംറ ചെയ്യണം. എല്ലാവരും സുഹൃത്തുക്കളൊക്കെ എന്നോടൊപ്പം വന്ന ഗൾഫിൽ വന്നവരൊക്കെ ഉംറ ചെയ്തവരാണ്, എനിക്കും ചെയ്യണം. അങ്ങനെ പോയയാളാണ്. 3 മാസമേ ആയിട്ടുള്ളൂ. 4 വയസ്സുള്ള ആമിന എന്ന് പറയുന്ന ഒരു പൊന്നുമോൾ ഇന്ന് 4 ദിവസമായി യതീമായിരിക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ. പാതിരാ സമയത്ത് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സൗദി അറേബ്യയുടെ റോഡിന്റെ നടുമധ്യഭാഗത്ത് വെച്ചുകൊണ്ട് 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുകൊണ്ട് 41 വയസ്സുള്ള ഒരു മുസ്ലിം സഹോദരൻ ആ വാഹനത്തിന്റെ ഇടയിൽ പെട്ടുകൊണ്ട് ചതഞ്ഞരഞ്ഞ് മരണപ്പെടുമ്പോൾ സുല്യ എന്ന് പറയുന്ന പ്രദേശത്ത് തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ, 100 വയസ്സ് വരെ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റോ? 60 വയസ്സ് വരെ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റോ? 50 വയസ്സ് വരെ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റോ? ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മനുഷ്യന്റെ ആയുസിന്റെ വിഷയത്തിൽ മനുഷ്യന്റെ കണക്കുകൾ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഒന്ന് വിശദീകരിക്കുകയാണ്. ആയുസിന്റെ വിഷയത്തിൽ മനുഷ്യൻ ഏത് കോലത്തിലാണ്, ഏത് രൂപത്തിലാണ്? ഒന്നാമത്തെ വിഭാഗം ഗസാലി ഇമാം പറയുകയാണ്, വമിൻഹും മൻ യഅമലുൽ ബഖാ വയസ്തഹീ ദാലിക. ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ചിരിക്കുമെന്ന്, ആയിരക്കണക്കിന് കൊല്ലം ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണവർ. ഖുർആൻ പറയുന്നു, അവരാരെന്നറിയോ? യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനാ. ആയിരക്കണക്കിന് കൊല്ലം ദുനിയാവിൽ ജീവിച്ചിരിക്കുമെന്ന് ആഗ്രഹിച്ചു പോയത് ഈ ദുനിയാവിലുണ്ടായിരുന്ന ജൂതന്മാരാണെന്ന് ഖുർആൻ പറയുകയാ. ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹിച്ചത് ജൂതന്മാരാണ്. ആയുസിന്റെ വിഷയത്തിൽ ഒന്നാമത്തെ വിഭാഗം ജൂതന്മാരെ പോലെ ആയിരക്കണക്കിന് കൊല്ലം ജീവിച്ചിരിക്കണം എന്ന് കൊതിക്കുന്നവരാണ്. അവരാരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഇന്നത്തെ ദുആ പോലും അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. കാരണം അത്രയും കൊല്ലം ഒന്നും ജീവിക്കണ്ട. ഗസാലി ഇമാം പറയുന്നു, രണ്ടാമത് ഞാൻ ഈ പറയുന്ന ചിന്തയുള്ളവരും അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ومنهم من يعمل البقاء إلى سنة.
ഒരു വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കാനും പാടില്ല മനുഷ്യർ. അടുത്ത വർഷമാകട്ടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന സഹോദരങ്ങളെ, ഒരു വർഷം വരെ ഞാൻ ജീവിച്ചിരിക്കും എന്നും ചിന്തിക്കാൻ പാടില്ല. ചിലരൊക്കെ പരിശുദ്ധ റമളാൻ മാസത്തിൽ പറയൂലേ, അടുത്ത റമളാനാകട്ടെ ഞാൻ കാണിച്ചു തരാം, അടുത്ത പെരുന്നാളാകട്ടെ ഞാൻ കാണിച്ചു തരാം, എന്റെ മോളെ ഞാൻ നിക്കാഹ് കഴിപ്പിക്കട്ടെ അപ്പൊ കാണിച്ചു തരാം, എന്റെ മകന്റെ നിക്കാഹ് ആവട്ടെ അപ്പോഴും ഞാൻ കാണിച്ചു തരാം, ഞാൻ വീട് വെക്കട്ടെ അപ്പോഴും ഞാൻ കാണിച്ചു തരാം, ഞാൻ മന്ത്രി ആവട്ടെ അപ്പോഴും ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ പറയലേ ഉള്ളൂ. ഇത് പറയുമ്പോൾ അവന്റെ മനസ്സിലെന്താ? വർഷങ്ങളോളം അവൻ ജീവിച്ചിരിക്കുമെന്നുള്ള ഒരു ചിന്തയാണ്. ഈ സുല്യയിൽ വന്നിരിക്കുന്ന സഹോദരിമാരെ, ഈ വിനീതന്റെ മലയാള ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ഇന്നത്തെ രാത്രി സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഖബറിലേക്ക് ഏറ്റവും വലിയ സമ്മാനങ്ങൾ അൽഹംദുലില്ലാഹ് ചൊരിഞ്ഞുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം. സഹോദരിമാരെ, അടുത്ത ഒരു വർഷം വരെ പോലും ജീവിച്ചിരിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. ഗസാലി ഇമാം പറയുന്നു, മിൻഹും മയ്യഅമലുൽ ബഖാ ഇലാ യൗമിൻ വലൈല. ഇന്നത്തെ ഒരു രാത്രിയോ ഇന്നത്തെ ഒരു പകലോ പോലും ജീവിച്ചു തീർക്കാൻ സാധിക്കുമെന്ന് മനുഷ്യൻ ചിന്തിക്കാൻ പാടില്ല. ഒരു വർഷം പോട്ടെ, ഇന്ന് നേരം പുലരുന്നത് വരെ ഞാൻ മരിക്കൂല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആലോചിച്ച് നോക്കിയ പിന്നെ എങ്ങനെയാ ചിന്തിക്കേണ്ടത്? ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നു, എങ്ങനെയാണ് നീ ചിന്തിക്കാനുള്ളത്? വമിൻഹും മയ്യകൂനുൽ മൗതു നുസിബ ബൈന യദൈ. മരണം അവന്റെ തൊട്ടുമുമ്പിലാണ്, മരണം അവന്റെ തൊട്ടുമുമ്പിലാണ്. ചെരുപ്പിന്റെ വാറിരിക്കുന്ന പോലെ അല്ലാഹുവേ, മരണം അവനോടടുത്തു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യന് സമയം ചെലവഴിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നാട്ടിൽ അടിയുണ്ടാകൂല, ബഹളമുണ്ടാകൂല, ലഹളയുണ്ടാകൂല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഈ സരസിൽ വന്നിരിക്കുന്നവരെ, അറിയാതെ പ്രഭാഷണത്തിനിടയിൽ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരെ, അറിയാതെ പ്രസംഗത്തിനിടയിൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട്. ഇതിനൊക്കെ പ്രതിഫലം നമുക്ക് നാളെ ഖബറിന്റെ അകത്ത് കിട്ടുമല്ലോ റബ്ബേ. ആകെ ഇത്തിരി ആയുസ്സല്ലേ ഉള്ളൂ, ആ ആയുസ്സിനെ പാടിക്കളയുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. ആകെ ആയുസ് അല്പമേ ഉള്ളൂ, അതിനെ പാഴാക്കാൻ പാടില്ലല്ലോ എന്ന ചിന്തയിൽ പൊതുപ്രവർത്തനങ്ങൾ, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് മുന്നോട്ട് പോകണം. ഇന്ന് ഏറ്റവും അധികം മനുഷ്യൻ അവന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അടിയും ബഹളവും ലഹളയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതനായ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നു അത്രേ. അള്ളാഹിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഞാന് മദ്രാസിൽ വെള്ളൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സൈനുൽ ആബ്ദീൻ ഹസ്രത്ത്, PSP ഹസ്രത്ത് എന്നറിയപ്പെടുന്ന സൈനുൽ ആബ്ദീൻ ഹസ്രത്ത്, അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ, ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ താഴെ ധാരാളം ഇതര മതത്തിൽപ്പെട്ടവരുണ്ട്. അവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയാം, വാഹനത്തിന്റെ അകത്ത് കയറ്റി. അത് അവരുടെ ഒരു ആചാരമാണ്. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. വാഹനത്തിന്റെ അകത്ത് കയറ്റി ഒരു വലിയ കണ്ണാടിയൊക്കെ വെച്ച് ഇവിടെ ഒരു കെട്ടൊക്കെ കെട്ടി അങ്ങനെ കസേരയിൽ ഇരുത്തിയിട്ട് മക്കൾ ഫ്രണ്ടിലൂടെ കൊട്ടൊക്കെ കൊട്ടി ഡാൻസ് കളിച്ചാണ് അവരുടെ മയ്യത്ത് കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകുന്ന ശബ്ദം താഴെ കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട സൈനുൽ ആബ്ദീൻ ഹസ്രത്ത് തവ്വലല്ലാഹു ഉംറഹു, ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിനായകം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ ചെയ്തിരിக்கிறേൻ, അതുകൊണ്ട് നാനും ചെയ്യുറേൻ. അള്ളാഹുവിന്റെ റസൂൽ ഇതുപോലെ ചെയ്തത് കൊണ്ട് ഞാനും ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ജൂതനായ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോയപ്പോൾ എഴുന്നേറ്റ് നിന്നു. പ്രിയമുള്ളവരെ, നാം മണ്ണറയിലേക്ക് പോകേണ്ടവരാണ്. നമ്മുടെ ശരീരം ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളുടെ ശരീരത്തിൽ വെച്ച് ഈ റൂഹ് പിരിഞ്ഞു പോയാൽ ഏറ്റവും ദുർഗന്ധമുള്ള ശരീരമാണ്. ഒരു മനുഷ്യൻ ഈ സുല്ലിയ വിശാലമായ സ്റ്റേഡിയത്തിൽ മരണപ്പെട്ട് കിടന്നാൽ നേരത്തോട് നേരം, അഥവാ ഒരു 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ എത്തുന്നതിന് മുമ്പ് ആ മയ്യത്തിനെ മറവ് ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്ത ദുർഗന്ധമാണ്. നായ ചത്ത് കിടന്നാൽ, പൂച്ച ചത്ത് കിടന്നാൽ, ഒരാഴ്ച കിടന്നാലേ ദുർഗന്ധം വരുള്ളൂ. മനുഷ്യനാണെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ദുർഗന്ധം തുടങ്ങും.
അത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ആ മനുഷ്യനാണ് ഇന്ന് അടിപിടിയും ബഹളവും ലഹളയുമായിട്ടൊക്കെ നടക്കുക. ആരെയും നമ്മൾ എതിർക്കണ്ട, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തണ്ട. അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കാനുള്ള ശരീരങ്ങളാണ്. ഹൈന്ദവർ അവരുടെ ദേവാലയങ്ങളിൽ പോയിക്കൊള്ളട്ടെ, അവരുടെ മതത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളട്ടെ. ക്രിസ്തീയ സഹോദരങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ, അവരുടെ പ്രാർത്ഥനകൾ നടത്തിക്കൊള്ളട്ടെ. അതിലിടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവരെ എതിർത്തുകൊണ്ട് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഇസ്സത്ത് നശിപ്പിക്കാൻ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ മനസ്സ് വെക്കരുത് കേട്ടോ. അവരവരുടെ മതത്തിന്റെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ. ഇപ്പോ ഹൈന്ദവ മതത്തിൽപ്പെട്ടവർ ശബരിമലയിലേക്ക് പോവുകയാണ്. ഇരുമുടി താങ്ങി ഒരു മല താണ്ടി ഗുരുവിന് മേൽ പോവേ, അവനെയും വെല്ലും എവിടെയും സെല്ലും തിരുവോടിവേ കാണവന്തോ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കള്ളും മുള്ളും കാണിക്കമത്തെ. അവരിത് പാടിക്കൊണ്ട് പോകുമ്പോ നമ്മൾ കല്ല് പറക്കെറിയാൻ പാടില്ല, നമ്മളവരുടെ വാഹനത്തിന്റെ ടയർ കുത്തിപ്പൊട്ടിക്കാൻ പാടില്ല. നമ്മുടെ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ എന്ന മനോഹരമായ ബാങ്കിന്റെ ധ്വനി മുഴങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സുല്യയുടെ പരിസരത്തുള്ള ഇതര മതത്തിലുള്ള സഹോദരങ്ങൾ അത് കേൾക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ക്ഷേത്രത്തിന്റെ പാട്ടിന്റെ വോളിയം കൂട്ടിവെക്കാനും പാടില്ല. പരസ്പരം അങ്ങനെ ഒരു സാഹോദര്യത്തിലില്ല. അവരവരുടെ മതങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ, അത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ ധാരാളം ക്രിസ്തീയ സഹോദരങ്ങൾ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് കാലിത്തോഴുത്തിൽ പിറന്നവനേ കരുണ നിറഞ്ഞവനേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമാധാനവും സ്വസ്ഥതയും പറയുന്ന അവർക്കിടയിലേക്ക് എന്തിനാണ് തുരുമ്പിച്ച വാളുമായി നമ്മൾ കടന്നു ചെല്ലുന്നത്? നമുക്ക് വേദന വന്നാൽ, നമുക്ക് പ്രയാസം വന്നാൽ അതിൻ്റെതായ വഴികളും മാർഗങ്ങളുമുണ്ട്. അതല്ലാതെ മറ്റ് ഇതര മതത്തിൽപ്പെട്ടവരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നാട്ടിൽ കലഹവും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവസാനം ഈ സമുദായത്തിന്റെ തൊപ്പിയിട്ട ദാടിയിട്ട ഭരതയിട്ട മൊത്തയിട്ട ഈ സമുദായത്തിന്റെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ അവരെ വേദനിപ്പിച്ചു പോയാൽ ആ വേദനയുടെ അദാബ് കൂടി ഈ സമുദായം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമാധാനത്തോടെ സ്വസ്ഥതയോടെ അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ മനസ്സിനെ അൽഹംദുലില്ലാ നന്നാക്കിയെടുക്കണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മനുഷ്യരുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്, മനുഷ്യന്റെ രംഗം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. വലാഹിക്കും മിൽഉം ഫീ വലാ യദ്രിയ സാഹിത്തുൻ റബ്ബുൽ ആലമീന അംറാൽ. മനുഷ്യരുടെ ജീവിതം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്ന കാരണമെന്തേ? അവൻ വാ തുറന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാ. വലാഹിക്കും മിൽഉം ഫീ, അവൻ വാ തുറന്നുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. വലാ യദ്രിയ സാഹിത്തുൻ റബ്ബുൽ ആലമീന അംറാൽ. അല്ലാഹു അവനെ തൊട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ, അവനോട് അല്ലാഹു കോപിച്ചിട്ടുണ്ടോ എന്നവനറിയില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോ എനിക്ക് ചിരി വരികയാണ്. അല്ലാഹുവേ, അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്ന രംഗം നിങ്ങൾ ഓർക്കണം പ്രിയമുള്ളവരെ. മനുഷ്യൻ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ഖബർ മറന്നുകൊണ്ട്, ആഹ്ലാദിക്കുന്ന പരലോകം മറന്നുകൊണ്ട്, കണ്ണിൽ കണ്ടവന്റെ സ്വത്തെടുത്തുകൊണ്ട് തിന്നുകയാണ്, പലിശ വാങ്ങുകയാണ്, കള്ളു കുടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, അയൽവാസി ഉപദ്രവിക്കുകയാണ്, നൊമ്പരപ്പെടുത്തുകയാണ്. വലാ യദ്രീ അസാഹിബ്തൻ റബ്ബുൽ ആലമീൻ അംറാൽ. അല്ലാഹു അവനെ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ, അല്ലാഹു കോപിച്ചിരിക്കുകയാണോ എന്നവൻ അറിയില്ല. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, അത്തരം അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വലിയ ഒരു ഗുരുനാഥന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. പഴയ കാലത്തുള്ള ഗുരുനാഥന്മാർക്കൊന്നും വീടുകൾ ഉണ്ടാവൂല, വലിയ വലിയ കൊട്ടാരങ്ങളില്ല, ഭവനങ്ങളില്ല, ഒന്നും ഉണ്ടാവൂല. അങ്ങനെ ഇപ്പൊ കേരളത്തിൽ അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയ ഒരു കാളമ്പാടി ഉസ്താദ് എന്ന് പറയപ്പെടുന്ന ഒരു മഹാനായ പണ്ഡിതൻ, വലിയ കൊട്ടാരത്തിൽ കിടന്ന സുഖം ആ ബഹുമാനപ്പെട്ടവർ അറിഞ്ഞിട്ടില്ല. അള്ളാഹു ആ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ.
എന്റെ സഹോദരങ്ങൾ, അങ്ങനെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ വീട് വെക്കരുത് എന്നും സുഖലോലുപരായി താമസിക്കരുത് എന്നുമല്ല. ചിലർക്കത് ഇഷ്ടമല്ല. അങ്ങനെ താമസിക്കുന്നതിന്റെ സുഖം കൂടി എനിക്ക് ആഖിറത്തിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചിലരത് മാറ്റിവെക്കുകയാണ്. പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരെന്നറിയോ? പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകൻ ആരാന്നറിയോ? ചോദിക്കുന്ന മനസ്സിലാവാത്തോണ്ടാണോ അത് ആരെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണോ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജയ്ഹിന്ദ് TV ഇവിടെ ഉണ്ടോ? ജയ്ഹിന്ദ് TV ഉണ്ടോ? ഇല്ല, ഉണ്ട്. അതിലൊക്കെ വെള്ളിയാഴ്ച വരെയൊക്കെ ഇതുപോലെ ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ടാവും. പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എല്ലാ പ്രവാചകന്മാരും കടന്നിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടേ സുലൈമാൻ നബി സ്വർഗത്തിൽ കിടക്കൂ. എല്ലാ പ്രവാചകരും കടന്നിട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഏറ്റവും വലിയ സുഖവും ഏറ്റവും വലിയ അധികാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് കൊണ്ടാണ്. അതൊരു അദാബായിട്ടല്ല. സുഖമേറെ ദുനിയാവിൽ അനുഭവിച്ചു പോയവരെ, സുഖം ഒരുപാട് ദുനിയാവിൽ സുഖിച്ചു പോയവരെ, നിങ്ങൾ വീട് പൊളിച്ചു കളയാൻ വേണ്ടി പറയുന്നതല്ല, സന്തോഷം മാറ്റിവെച്ചിട്ട് പൊട്ടിക്കരയാൻ വേണ്ടി പറയുന്നതല്ല. മറിച്ച് ആ സന്തോഷം തന്ന, ആഹ്ലാദം തന്ന പടച്ചവനെ നിങ്ങൾ മറക്കല്ലേ ഉമ്മ. ഒരു വലിയ ഗുരുനാഥന് വേണ്ടിയിട്ട് തന്റെ ശിഷ്യഗണങ്ങളെല്ലാവരും കൂടി ചേർന്ന് വീട് വെച്ചു കൊടുക്കുകയാണ്. വലിയ ഒരു മാളികാ സൗധം പണിഞ്ഞു. ഉസ്താദിനോട് അനുവാദം ഒന്നും ചോദിച്ചില്ല. അനുവാദം ചോദിച്ചാൽ സമ്മതിക്കില്ല. അതുകൊണ്ട് വീട് വെച്ചിട്ട് അതിന്റെ താക്കോൽ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾ അവിടത്തേക്ക് വേണ്ടി വലിയ ഒരു ഭവനം നിർമ്മിച്ചിരിക്കുകയാണ്, അവിടെ നിന്ന് സ്വീകരിച്ച് മതിയാവൂ. ശിഷ്യഗണങ്ങളായ നമ്മളുടെ ഒരു കൂട്ടായ്മയുടെ സ്വത്തിന്റെ ഫലമായിട്ടുണ്ടാക്കിയതാ. ഉസ്താദ് ചെന്നു, അൽഹംദുലില്ലാഹ്, താക്കോല് വാങ്ങി. തന്റെ ശിഷ്യഗണങ്ങൾ തനിക്ക് വേണ്ടി നിർമ്മിച്ചു തന്ന ആ വലിയ കൊട്ടാരത്തിലേക്ക് ബഹുമാനപ്പെട്ടവര് നോക്കുകയാണ്. നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞതെന്താ? ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറാ. മരണമെന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തില്ലായിരുന്നെങ്കിൽ ലകുന്തു ബിക മസ്റൂറാ. ആകാശത്തിന്റെ താരകങ്ങളോട് കിന്നാരം പറന്ന് ഉയർന്നു നിൽക്കുന്ന കൊട്ടാരമേ, നിന്നെ കണ്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. മരണമുള്ളത് കൊണ്ട് എനിക്കെന്ത് സന്തോഷമാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് താമസിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കുമ്പോ അസറായിരുന്ന് കൊണ്ടുപോയാലോ, ഞാൻ നീയാകുന്ന കൊട്ടാരത്തിന്റെ അകത്ത് സുഖലോലുപനായി കഴിയുമ്പോ അല്ലാഹുവിന്റെ മലക്കിൽ മൗത്ത് വന്ന് എന്നെ കൊണ്ടുപോയാലോ, അതുകൊണ്ട് ലകുന്തു ബിക മസ്റൂറാ. മരണമെന്ന് പറയുന്ന മഹാസംഭവം ലോകത്തില്ലായിരുന്നെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ സന്തോഷിക്കുമായിരുന്നെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം തീരുമാനിച്ചോ പ്രിയമുള്ളവരെ, എന്നാണെങ്കിലും എപ്പോഴാണെങ്കിലും മരിച്ചേ മതിയാവുകയുള്ളൂ. പ്രായഭേദ വ്യത്യാസമില്ല. 10 വയസ്സ്, 15 വയസ്സ്, 20 വയസ്സ്, 30 വയസ്സെന്ന് വ്യത്യാസമില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാസർഗോഡ് നിന്ന് യാത്ര ചെയ്തു വരുന്ന വാഹനത്തിന്റെ അകത്ത് എന്റെ പ്രിയമുള്ള സഹോദരന്റെ കയ്യിലിരുന്ന ഉത്തരദേശം എന്ന് പറയുന്ന പത്രം, ആ പത്രം ഞാൻ എന്നെടുത്ത് മറിച്ചു നോക്കുമ്പോൾ അതിന്റെ 1-ാമത്തെ പേജിൽ തന്നെ ആക്സിഡന്റ് പറ്റിയിട്ട് തകർന്ന തരിപ്പണമായി കിടക്കുന്ന വാഹനങ്ങളുടെ കണക്കാ കണ്ടുപോയത്. അതിന്റെ അകത്ത് തലചെറിച്ചു പോയവരുടെ കഥ പറയുന്നുണ്ട്. കൈകാല് നഷ്ടപ്പെട്ടു പോരെ മയ്യത്തായി പോയ സഹോദരങ്ങളുടെ കണ്ണീരയിപ്പിക്കുന്ന രംഗം കൊടുക്കുന്നുണ്ട്. എന്റെ സുല്ലിയത്ത് ഒരുമിച്ച് കൂടിയവരെ, ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നവരാണ്. കണ്ടില്ലേ, കുറച്ച് നാളുകൾക്ക് മുമ്പ് മംഗലാപുരം എയർപോർട്ടിൽ നടന്ന ദുരന്തം നമുക്ക് മറക്കാൻ പറ്റോ? 158 പേരുടെ ശരീരം കത്തിക്കരിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് മക്കൾക്ക് വേണ്ടി വിദേശ രാജ്യത്തുനിന്ന് കൊണ്ടുവന്ന കളിക്കോപ്പുകളോടൊപ്പം പാവകളോടൊപ്പം കരിഞ്ഞു പോലെ ഉപ്പാന്റെ ശരീരമേതെന്നറിയാൻ കഴിയാറ്. എന്റെ ഉപ്പാടെ കൈയേതാണ്, കാലേതാണ്, എന്റെ ഉപ്പാന്റെ മുഖമേതെന്നറിയാൻ കഴിയാറ്. എയർപോർട്ടിന് മുന്നിൽ തന്റെ ഉപ്പായെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാർ കാത്തുനിന്ന മക്കളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന കരിക്കട്ട പോലെയുള്ള ശരീരങ്ങളുടെ കഥ നിങ്ങൾക്കറിയില്ലേ പ്രിയപ്പെട്ടവരെ? അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട്
ഈ സുല്ലിയത്ത് വന്ന് നിറഞ്ഞിരിക്കുന്ന ആണിനോടും പെണ്ണിനോടും എനിക്ക് പറയാനുള്ളത്, ആ ഖബർ ജീവിതത്തിന്റെ ഭംഗിക്കു വേണ്ടി എന്തെങ്കിലും അൽഹംദുലില്ലാഹ് ചെയ്തു വെക്കണം. ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെയേ ചെയ്യാൻ പറ്റൂ. മരിച്ചതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ബന്ധുക്കൾ സ്വതക്ക ചെയ്താൽ കിട്ടി, ദുആ ചെയ്താൽ കിട്ടി, ആമീൻ പറഞ്ഞാൽ കിട്ടി, അത്രേ ഉള്ളൂ. അത് അല്ലാഹ് സ്വീകരിക്കുകയാണെങ്കിൽ കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അവസരത്തിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുന്നതാവട്ടെ, ഇബാദത്തുകൾ അധികരിപ്പിക്കുന്നതാവട്ടെ, പാതിരാ സമയങ്ങളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നതാവട്ടെ, അതൊക്കെ നിരന്തരം അൽഹംദുലില്ലാഹ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിലൂടെയാണ് ഒരു വലിയ അത്ഭുതം അല്ലാഹു നമുക്ക് തരിക. അല്ലേ, മരണപ്പെടുന്ന സമയത്ത് ആരുണ്ടാവും എന്ന് നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്ന മനോഹരമായ ഒരു സംഭവം, തീരെ ഇബാദത്തൊന്നുമില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാതെ, ഒരു ദീനുമായ ഒരു ബന്ധവുമില്ലാതെ ജീവിച്ച ഒരു സഹോദരൻ മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്നും പ്രത്യേകമായ ഓർഡർ ഉണ്ടായി. ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാനും പൊതിയാനും ഖബറടക്കം നടത്താനും ആരും സഹകരിക്കാൻ പാടില്ല. പള്ളിയിൽ നിന്ന് ഓർഡർ വന്നു. അങ്ങനെ വരുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ആരും ആ മരണ വീട്ടിലേക്ക് പോയില്ല. ഉണ്ട് എന്നതിന്റെ തെളിവാണ് മൂടി വെക്കാൻ വേണ്ടി കൊണ്ടുവന്നത് ഫാത്തിമ ബിവിയ. വെള്ളം കുടിക്കാൻ ഇങ്ങനത്തെ സ്റ്റാൻഡ് ആദ്യമായിട്ടാണ്. അപ്പോ ആരും ആ മരണ വീടുമായി സഹകരിച്ചില്ല. ഒറ്റയ്ക്ക് ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യ ആ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറെ നേരം കാത്തിരുന്നു. മയ്യത്ത് ആരെങ്കിലും വരുമോ? നമ്മുടെയൊക്കെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ നിന്ന് ബന്ധുക്കൾ വരും, ഇവിടെ നിന്ന് ബന്ധുക്കൾ വരും, പിന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ വരും. അതൊക്കെ ചെയ്യും, അത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ഷാഹിദ് സാഹിബിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്നത്. ആ രീതിയിലൊക്കെ ഈ മുസ്ലിം ഭവനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സഹകരിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ആരും വരാൻ പാടില്ല എന്ന് പണ്ഡിതന്മാരുടെ തീരുമാനമാണ്. അങ്ങനെയാ മയ്യത്തിനെ ആരും വരാത്തത് കൊണ്ട് പ്രിയപ്പെട്ട ഭാര്യ തോളിൽ ചുമന്നു കൊണ്ടുപോവുകയാണ്. എവിടെയാണ് കൊണ്ടുപോകുന്നത്? മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ഒരു മരക്കഷണമെടുത്ത് കൊള്ളിക്കഷണമെടുത്തുകൊണ്ട് മരുഭൂമി ഇങ്ങനെ കുത്തിപ്പൊളിക്കുകയാണ്. മണ്ണങ്ങോട്ട് മാന്തി വെച്ചിട്ട് ആ മണ്ണിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇറക്കി വെക്കാൻ പോകുമ്പോൾ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന മുഖവുമായി, ഈമാനിന്റെ പ്രഭ പരത്തുന്ന പരിശുദ്ധമായ മുഖവുമായി ഒരു മഹാനാര വിലായത്തിന്റെ പദവിയുള്ള മനുഷ്യനതാ മരുഭൂമിയുടെ അകലത്തിരുന്ന് നടന്നു വരികയാണ്. ആ പെണ്ണ് അത്ഭുതപ്പെട്ടു പോയി. ആരാണ് ഈ കടന്നു വരുന്നത്? ആ വയോവൃദ്ധനായ പണ്ഡിതൻ വന്നിട്ട് പറയുന്നു, പെണ്ണേ, ഈ മയ്യത്തിന്റെ സർവ്വകാര്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം, നീ മാറി നിൽക്കണം. പെണ്ണ് അത്ഭുതപ്പെട്ടു പോയി. ഇത് നാട് മുഴുവനും പരന്നു. 40 വർഷമായി ഉദരപൂരണത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരെല്ലാം, കഷ്ടപ്പെടുന്ന സാധുക്കളെല്ലാം ഒരു നോക്ക് കാണാൻ കൊതിച്ചുപോയ ഒരു സൂഫിയായ മനുഷ്യനായിരുന്നു അത്. ഒരു കാര്യത്തിനും ഇറങ്ങി വരൂല, മനുഷ്യരുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇബാദത്തിലൂടെ ഏറ്റവും അധികം അള്ളാഹുവിന്റെ ഉന്നതമായ പദവി നേടിയ മഹാനാണ്. ഈ മയ്യത്തിന്റെ കാര്യങ്ങൾക്ക് ഇറങ്ങി വന്നു എന്ന് അറിഞ്ഞപ്പോ ജനങ്ങൾക്ക് അത്ഭുതമായി. എല്ലാവരും മരുഭൂമിയിൽ വന്നു. മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഈ മഹാനവറുകൾ നേതൃത്വം കൊടുത്തപ്പോ ജനങ്ങൾ ആ മരുഭൂമിയിൽ നിറഞ്ഞു കവിഞ്ഞു. നിസ്കാരം കഴിഞ്ഞു. ആരും വരൂല എന്ന് പറഞ്ഞ മയ്യത്തിന് ഇപ്പൊ ഭയങ്കര ജനമായി. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഈ സൂഫിയായ മനുഷ്യൻ ഈ സ്ത്രീയോട് ചോദിച്ചു, നിന്റെ ഭർത്താവിൽ നീ കണ്ടിരുന്ന പ്രത്യേകതകൾ എന്തെല്ലാം? നിന്റെ ഭർത്താവ് മോശക്കാരനല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിന്റെ ഭർത്താവ് ചെയ്തത് കൊണ്ടാണ് മണ്ണറയിലേക്ക് പോകാൻ നിന്റെ പ്രിയതമന് ഇത്രയും ജനങ്ങളുടെ ആനന്ദവും ആഹ്ലാദവും സ്വീകരണവും ഉണ്ടായത്, ഇത്രയും ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ടായത്. അതുകൊണ്ടാണ് നിന്റെ പ്രിയപ്പെട്ടവന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നീ മനസ്സുകൊണ്ട് കണ്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പെണ്ണ് പറയുന്ന, തങ്ങളെ, ഒരു 3 പ്രത്യേകത എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനുണ്ടായിരുന്നു.
3 പ്രത്യേകത എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനുണ്ടായിരുന്നു. ആ 3 പ്രത്യേകതയാണ് അങ്ങ് വരാനും ദുആ ചെയ്യാനും നിസ്കരിക്കാനും കാരണമെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ആ മഹാനുഭാവൻ പറയുന്നു, ഇന്നലെ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടുപോയതാ. ആ സ്വപ്നത്തിലൂടെ അല്ല പറഞ്ഞു, നാളെ ഇതേ സമയത്തൊരു പെണ്ണു മാത്രം കൊണ്ടുവരുന്ന ഒരു മയ്യത്ത് ആ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് കൊണ്ടുവരും കേട്ടോ. ആ മയ്യത്ത് കുളിപ്പിക്കുക, അതിനെ പൊതിയുക, ആ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക, അത് നിന്റെ ബാധ്യതയാണെന്ന് അല്ലാഹു എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഈ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയമുള്ളവരെ, 3 പ്രത്യേകതകളാണ് എന്റെ ഭർത്താവിനുണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? ഞാൻ ഉറങ്ങിയെന്ന് ബോധ്യമായാൽ, എന്റെ കുടുംബത്തിൽ ആരും കണ്ണു തുറന്നിട്ടില്ല, എല്ലാവരും ഉറക്കമാണെന്ന് മനസ്സിലായാൽ എന്റെ പ്രിയപ്പെട്ടവന് കണ്ണു തുറക്കുകയാ. രാത്രിയുടെ യാമങ്ങളിൽ കണ്ണു തുറന്നുകൊണ്ട് ഞാൻ പലപ്പോഴും എന്റെ വിരിപ്പിനടിയിലൂടെ നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവൻ എഴുന്നേറ്റ് പോവുകയാ, എന്നിട്ട് വുളു എടുക്കുകയാ. പാതിരാ സമയമാണ് ഈ ഡിസംബറിന്റെ രാത്രിയിൽ. എന്റെ പ്രിയമുള്ളവരെ, ഈ ജനുവരിയുടെ രാത്രിയിൽ, തണുപ്പുള്ള രാത്രിയിൽ, ഈ സുല്ലിയത്തെ അവസാന ജനുവരിയുടെ രാത്രികളില് സമയം ചെലവഴിക്കുന്നോ അന്തരീക്ഷത്തിൽ നിന്ന് തണുപ്പ് നമ്മെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മരുഭൂമിയിൽ എന്തോരം തണുപ്പെന്നറിയോ? ആ കോച്ചുന്ന തണുപ്പത്ത് എന്റെ വീട്ടിന്റെ അകത്തുരന്ന് പുറത്തിറങ്ങിയിട്ട് വുളു എടുക്കും തങ്ങളെ. എന്നിട്ട് വന്നിരുന്നു കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ കരച്ചിലാണ്, അല്ലാഹുമ്മ അയ്യു സവായാ മിൻ സവായാ ജഹന്നം. അല്ലാഹുവേ, നരകത്തിന്റെ ഏത് കുഴിയിലാണ് എന്നെ വലിച്ചെറിയുന്നതല്ല, നരകത്തിന്റെ ഏത് പടുംകുടിയിലാണ് എന്നെ വലിച്ചെറിയുന്നത് പടച്ചവര്. അല്ലാഹുവേ, എന്നെ കാത്തിരക്ഷിക്കണമെന്ന് പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ കരയാറുണ്ട് തങ്ങളെ. എന്റെ സുല്ലിയത്ത് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇശാനസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയിട്ട് 10 വർത്തമാനം പറഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന എന്റെ സുല്ലിയത്ത് മുസ്ലിമേ, എന്റെ പ്രിയമുള്ള പെങ്ങന്മാരോട് ചോദിക്കട്ടെ, നിന്റെ ചാനൽ നിനക്ക് കാണാൻ സീരിയലില്ലേ, റിയാലിറ്റി ഷോകളില്ലേ, സിനിമകളില്ലേ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഏതെങ്കിലും ഒരു രാത്രിയിൽ നിന്റെ ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ഓർത്തുകൊണ്ടെന്ന് കരയാ എന്റെ പെങ്ങളെ, ആയുസ് ഇതുവരെ നിനക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു ദിവസം അല്ലാഹു ഇത്രയും കാലം ആയുസ് തന്നല്ലോ, അതിൽ ഒരു ദിവസം ഒന്ന് കരയാൻ, രാത്രിയിൽ ഒന്ന് കരയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? കർണാടകയിൽ കുങ്കുമപ്പൂ ഉണ്ടോ? അറിയില്ല. ആണുങ്ങൾ എത്ര കാണൂല എന്ന് തോന്നുന്നു. ഞാൻ ബാംഗ്ലൂർ പ്രസംഗിക്കാൻ പോയി, റബീഉൽ അവ്വലിന്റെ ഒരു 7-8 തീയതി ആയപ്പോ. അവിടെ ചെന്നിട്ട് കുങ്കുമപ്പൂ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഉപ്പ ഫ്രണ്ടിരുന്ന് കുങ്കുമപ്പൂ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഉപ്പ അതിന്റെ ആളാ. ഫുള്ള് എവിടെ മലയാളികൾ പോവോ. ഒരു സഹോദരി അഭിമാനത്തോടെ തന്റെ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞതാ. ഭർത്താവ് എന്നോട് പറഞ്ഞു, ഉസ്താദേ, പെണ്ണുങ്ങൾ എത്ര വാദം ഇട്ടിട്ട് നന്നാവുന്നത്. ഞാൻ പറഞ്ഞു, എന്തേ? എന്റെ ഭാര്യ ഞാൻ അബുദാബി കൊണ്ടുപോയപ്പോ, ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോ ഭാര്യ റൂമിൽ നിന്ന് വിളിച്ചു പറയും, ഇക്കാ ചാനല് ശരിയായി, ശാലിനി പ്രസവിക്കാറായെന്ന. ഇതാണ് നമ്മുടെ ഇന്നത്തെ അന്തരീക്ഷം. ഇതാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ രാത്രിയും നമ്മുടെ പകലും ഒക്കെ അല്ലാഹുവേ, സ്വർഗത്തിൽ കടന്നു പോകുന്ന നിന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക് വേണ്ടി നീ പറഞ്ഞു കൊടുത്ത ഉപമയെന്താ? രാത്രിയുടെ ഒരല്പസമയമെങ്കിലും കിടക്കറ മറന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നവരാണ് അവരെന്ന് പറയുമ്പോൾ ഈ പെണ്ണ് പറയുകയാ, എന്റെ ഭർത്താവിനുള്ള ഒന്നാമത്തെ പ്രത്യേകത എന്താ? പാതിരാ സമയത്ത് ആരും അറിയാതെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. ആരും അറിയാതെ ചെയ്യണം, അതിന് ഖബറിന്റെ അകത്ത് പ്രതിഫലം കൂടുതലാണ്. 10 പേര് അറിഞ്ഞിട്ട് ചെയ്യലല്ല. നമ്മൾ രാത്രി ഒന്ന് സുബഹിക്ക് എഴുന്നേറ്റപ്പോ ഇച്ചിരി നേരത്തെ ആയിപ്പോയി, ഇനി കിടന്നാൽ സുബഹി ഖളാവും, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഖുർആൻ ഓതാം എന്ന് ഏതെങ്കിലും സുല്ലിയത്തെ മുസ്ലിം പെണ്ണ് തീരുമാനിച്ചാൽ രാവിലെ 7 മണിയാകുമ്പോ തന്നെ അപ്പുറത്ത് സൈനവാക്ക് ഫോൺ വിളിക്കും, ഹലോ, ഞാൻ 5 മണിക്ക് അലാറം വെച്ച് കേട്ടത് ഇക്ക ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ക്ലോക്ക് അല്ലേ, കേട്ടത് 1 മണിക്കാണ്. പിന്നെ എഴുന്നേറ്റ് ഇനി കിടന്ന സുബഹിക്ക് അല്ലാഹുവെന്നും പറഞ്ഞ് ഞാൻ ഖുർആൻ എടുത്തു വെച്ചങ്ങനെ ഓതി.
കുറെ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി വന്നപ്പോ ഒരു വിളി, അല്ലയോ സൈനവാ. ഞാൻ ഞെട്ടിപ്പോയി. നോക്കുമ്പോ ഒരു ജിന്നങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ടിൽ. അല്ലാഹ്, ഇത് ഉള്ളതും ഇല്ലാത്തതും ഒക്കെ നാട്ടിൽ മുഴുവൻ സ്ത്രീകളോടും പറഞ്ഞു കൊടുത്തെങ്കിലേ ആ പെണ്ണിന് പിന്നെ സമാധാനമുള്ളൂ. എന്തുകൊണ്ടാ? ജനങ്ങൾ അറിയുമ്പോഴേ നമ്മുടെ മനസ്സിന് റാഹത്ത് വരുന്നുള്ളൂ അല്ലേ? അറിയാതെ ചെയ്യാതെ നിങ്ങൾക്ക് സാധിക്കണം. ചില അമലുകളെങ്കിലും, ചില പ്രവർത്തനങ്ങളെങ്കിലും, ചില പ്രാർത്ഥനകളെങ്കിലും. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ പ്രത്യേകത എന്തെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊടുക്കുകയാ, തങ്ങളോടാ സഹോദരി പറഞ്ഞു കൊടുക്കുകയാ, ഓരോ ദിവസവും റോഡിൽ പോയി ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോ, ഉദരപൂരണത്തിന് വേണ്ടി പുറത്തേക്ക് പോയി എന്താ പറയുക, ഭർത്താവ് മടങ്ങി വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവന് മടങ്ങി വരുമ്പോ, യതീമുൻ ഔ യതീമൈൻ, ഒന്നെങ്കിൽ ഒരു യതീമ് കൂടെ കാണും, ഇല്ലെങ്കിൽ രണ്ട് യതീമ് കൂടെ കാണും, ഒന്നോ രണ്ടോ അനാഥ മക്കളെ കൂടെ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അനാഥ മക്കൾക്ക് കൊടുത്തിരുന്നത്. തങ്ങളെ അല്ലാഹുവേ, സുല്ലിയത്തിന്റെ പരിസരത്തുള്ള കർണാടകയിലുള്ള എത്രയോ അനാഥ മന്ദിരങ്ങളുണ്ട്. അതിന് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. അനാഥ മക്കളുടെ ശാപം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഹദ്ദാദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് സഹോദരങ്ങൾ ഈ സരസിന്റെ മുമ്പ് വന്നിരിക്കുന്നുണ്ട്. ഓരോ വർഷവും 3ഉം 4ഉം അനാഥ മക്കളെ നിക്കാഹ് കഴിപ്പിച്ചേക്കാ ഓടി നടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നവരാണവര്. അതുപോലെ കാസർഗോഡ് ജില്ലയിൽ എത്രയാ ഉള്ളത്, കർണാടകയിൽ എത്രയാ ഉള്ളത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന പെങ്ങളെ, ഒരു സ്വർണത്തിന്റെ മുത്തുകൊണ്ടാണോ, ഒരു 10 രൂപ നോട്ട് കൊണ്ടാണോ അർഹതപ്പെട്ടവരെ സഹായിക്കാൻ നിനക്ക് കഴിയുന്നത്? നീ മണ്ണറയിലേക്ക് കടന്നു ചെന്നാൽ അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഖബർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണ്, ഔ ഫറത്തും മിൻ നുഫരിൻ നീറാ, അതല്ലെങ്കിൽ നരകത്തിന്റെ പടുങ്കുടിയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് അസ്രായീൽ വന്ന് റൂഹ് കൊണ്ട് പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആത്മാവ് നമ്മോട് പിരിയുന്നതിന് മുമ്പ് അൽഹംദുലില്ലാ ചെയ്യാൻ സാധിക്കണം. രണ്ടാമത്തെ നേട്ടം അതാണ്. അനാഥ കുട്ടികളിൽ നിന്ന് ഒരാളെയെങ്കിലും കൊണ്ടുവന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് എന്റെ ഭർത്താവ് ഉറങ്ങാറുള്ളൂ. മൂന്നാമത്തരം എന്താണെന്നറിയോ? മൂന്നാമത്തരെന്തേ? ബാക്കിയുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് വീട്ടിലില്ല. പക്ഷേ അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് കേട്ടാ പിന്നെ നിസ്കരിക്കാറ് എന്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങാറില്ല. പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് കേട്ടാ നിസ്കരിക്കാതെ എന്റെ പ്രിയപ്പെട്ടവൻ പിന്നെ ഉറങ്ങാറില്ല. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എത്ര നിസ്കാരമുള്ളവനാണെങ്കിലും, എത്ര ദീനീ പ്രവർത്തനക്കാരാണെങ്കിൽ പോലും അല്ലേ, നബിദിനത്തിനൊക്കെ രാത്രി 1 മണി വരെ കൊടിയൊക്കെ ഒട്ടിച്ച് പതാകയൊക്കെ ഒട്ടിച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി പോയി കിടന്നുറങ്ങും. രാവിലെ 10 മണിയാകുമ്പോൾ കണ്ണുറക്കം, സുബഹിയില്ല, ഒന്നുമില്ല. നിങ്ങൾ വ്യക്തിപരമായി ചിന്തിച്ചാൽ ഒരു വഖത്ത് നിസ്കാരം കള ആക്കുന്നവന് 2,88,00,000 വർഷമാണ് നരകത്തിൽ. ഒരു വഖത്ത് നിസ്കാരം കള ആക്കുന്നവനാണ്. ഒരു വഖത്ത് നിസ്കാരം കളാക്കുന്നവനാണ്. 1, 2 അല്ല, ഒരു വഖത്ത് നിസ്കാരം കളാക്കുന്നവനാണ്. നമ്മുടെ നാട്ടിൽ ഒരു പഴയ മഹൽ ഉണ്ടായിരുന്നു. ആ മഹലിൽ ഒരു ജുമുഅ നിസ്കാരത്തിന് ഒരാൾ വന്നില്ലെങ്കിൽ 25 പൈസ ഫൈനാണ്. പഴയ കാലത്താണ്, പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മഹല്ലുകളിൽ. ഒരു ജുമുഅ നിസ്കാരത്തിന് പള്ളിയിൽ വന്നില്ലെങ്കിൽ 25 പൈസ ഫൈൻ. അവസാനം അയാളുടെ മകളുടെ നിക്കാഹിന്റെ സമയത്ത് പള്ളിയിൽ പോയി എത്ര രൂപ ഞാൻ അങ്ങോട്ട് തരാനുണ്ടെന്ന് കുടിശ്ശിക നോക്കിയപ്പോൾ 250 രൂപ കൊടുക്കാനുണ്ട്. ഒന്ന് കൂട്ടി നോക്കി, 25 പൈസ ഒരു ജുമയ്ക്ക് വെച്ച് 250 രൂപ ആകുമ്പോ എത്ര ജുമ ഈ ശൈത്താൻ മുടക്കിയിട്ടുണ്ട് റബ്ബേ. എന്നിട്ട് ഇയാൾ 300 രൂപ കൊടുത്തു. സെക്രട്ടറി ബാക്കി 50 രൂപ എടുക്കാൻ പോയപ്പോ ഇയാൾ പറഞ്ഞു, വേണ്ട, ഈ അടുത്ത മോളെ കല്യാണത്തിൽ വരുമ്പോൾ അതിൽ കുറച്ച് തന്നാൽ മതിയല്ലോ. അപ്പോ അത് തീരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തീരെ നമ്മൾ ചിന്തിച്ചു നോക്കിയ നമ്മുടെയൊക്കെ നിസ്കാരത്തിനോടുള്ള നിസാരത അല്ലെ. സുബഹി നിസ്കാരം
ളുഹർ നിസ്കാരമൊക്കെ നമുക്കറിയാം. നമ്മളിപ്പോൾ റോഡിൽ നിന്ന് പോയി നമ്മുടെ കൂടെയുള്ളവരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മളും പോയി അൽഹംദുലില്ലാഹ് ളുഹർ നിസ്കരിക്കും. അത് ഒത്താലും ഒത്തില്ലെങ്കിലും ശരിയായാലും ശരിയായില്ലെങ്കിലും അൽഹംദുലില്ലാഹ് അതങ്ങ് കഴിച്ചു കൂട്ടും. പക്ഷെ അത് പോരാ. ഈ മനുഷ്യന്റെ പ്രത്യേകത കണ്ടില്ലേ? ജനങ്ങൾ എന്തോ പറയട്ടെ, ജനങ്ങൾ കുറ്റപ്പെടുത്തട്ടെ, പരിഹസിക്കട്ടെ, ഏത് രീതിയിൽ വേണോ ആയിക്കോട്ടെ, പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ റബ്ബ് എനിക്ക് തന്ന ബാധ്യത അത് വീടിയില്ലെങ്കിൽ നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോൾ എന്റെ കാര്യം കഷ്ടപ്പാടിലാകും. ചിന്തിച്ചു നോക്കുക. നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടി 2 മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. പേരറിയോ? കൂടെയുള്ള മലക്കുകളുടെ പേരറിയോ? റക്കീബ്, അതീദ് അലൈഹിസ്സലാത്തു വസ്സലാം. റക്കീബ് വലതുഭാഗത്ത്, അതീദ് ഇടതുഭാഗത്ത്. ഒരു സഹോദരൻ പറഞ്ഞത് തിന്മ ചെയ്യുമ്പോൾ ഇടത് കൈ കൊണ്ട് കുലുക്കി കൊടുത്താൽ മതിയെന്ന. അവിടെ നിൽക്കുന്ന മലക്കിന് എഴുതാൻ പറ്റൂല, തെറ്റിപ്പോകുന്ന അല്ലേ? അതൊക്കെ ബുദ്ധി കൂടുമ്പോൾ പറയുന്ന ചില വക്രബുദ്ധികളാണ്. അതിന് നമ്മൾ പെട്ടുപോകരുത്. 2 മലക്കുകൾ റക്കീബ്, അതീദ് അലൈഹിസ്സലാം. ആ 2 മലക്കുകൾ സദാസമയവും നമ്മോടൊപ്പമുണ്ട്. ഞാനിന്ന് സുല്ലിയത്തേക്ക് വരുമ്പോൾ എന്റെ കൂടെ വാഹനത്തിൽ ആ മലക്കുകളുണ്ട്. നിങ്ങളോടൊപ്പം ആ മലക്കുകളുണ്ട്. ഈ കസേരയിലിരുന്നു കൊണ്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, ആ ചിന്തകൾ ആ മലക്കുകൾ രേഖപ്പെടുത്തുന്നതാ. മനസ്സിലൂടെ മാഞ്ഞു പോകുന്ന ചിന്തകളാ മലക്കുകൾ രേഖപ്പെടുത്തുന്നതാ. ഒന്നുപോലും വിട്ടുപോകില്ല, ഒന്നുപോലും വിട്ടുപോകില്ല. നിങ്ങൾ എത്രയോ മണിക്കൂറുകളോളമുള്ള സിനിമ നിങ്ങളുടെ മെമ്മറി കാർഡിനകത്ത് നിങ്ങൾ ശേഖരിച്ചു വെക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് ആ മലക്കുകൾ നമ്മുടെ നന്മതിന്മകൾ മുഴുവനും എത്തിച്ചു കൊടുക്കുകയാ. പൂരപ്പറമ്പിൽ പോയതും സിനിമ കാണാൻ പോയതും അള്ളാന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറ്റപ്പെടുത്തിയതും പാവപ്പെട്ടവരെ സഹായിക്കാതെ പിശുക്ക് കാണിച്ചതും നിസ്കാരം ഖലാക്കിയതുമില്ല, കള്ളുകുടിച്ചതും പെണ്ണ് പിടിച്ചതും പാതിരാ സമയത്ത് കാമുകിമാരോട് മൊബൈലിലൂടെ സമ്പർക്കം നടത്തിയത് മുഴുവനും അല്ലാഹുവിന്റെ മാലാഖമാരെ രേഖപ്പെടുത്തുകയാ. നീ ചെയ്ത സുജൂദുകള്, നീ ചെയ്ത സൽക്കർമ്മങ്ങള്, നീ ചെയ്ത പുണ്യങ്ങള് മുഴുവനും അതാ നിന്റെ മണ്ണറയിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് മാലാഖമാര് വന്നിട്ട് നിന്നോട് പറയുകയാ സർവകാര്യങ്ങൾ. റൂഹ് പഠിക്കാൻ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റയ്ക്കല്ല വരിക. 280 മലക്കുകൾ ഒരു സൈഡിൽ, 280 മലക്കുകൾ മറു സൈഡിൽ. പിന്നെ ചീഫ് ഇമാമാണ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം. മൂപ്പർക്ക് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല. അവസാനം ഇവിടെ നിന്ന് റൂഹ് പിരിയൂല, അത് മാത്രം വലിച്ചൂരി എടുക്കുക, അത്രേ ഉള്ളൂ. ചില പള്ളികളെ ചീഫ് ഇമാമിന് ഖുത്ബ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി ഡ്യൂട്ടിയൊക്കെ ളുഹർ വേറെ ഇമാം, അസ്ർ വേറെ ഇമാം, അങ്ങനെയാണ്. ഇപ്പോ ഞാനിപ്പോ അബുദാബിയിലെ ഒരു ഷെയ്ഖ് സായിദ് പള്ളി 5 വഖത്ത് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നത് 5 മുഅദ്ദീന്മാരാണ്. 5 മുഅദ്ദീന്മാരാണ്. ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ നല്ല ബാങ്ക്, രസമുള്ള ബാങ്ക് കേട്ട് കൊതി വന്നിട്ട് അവിടുത്തെ മുഅദ്ദീൻ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ വെച്ച് ഇതൊക്കെ വെച്ച് ഇങ്ങനെ അവർ അറബി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ എന്റെ പറഞ്ഞു വഅലൈക്കും അസ്സലാം നൗഷാദ് വാക്കവിയല്ലേ. എന്റെ കൂടെ വന്നവരോട് ഞാൻ പറഞ്ഞു കന്നഡ അറബിക്ക് വരെ അറിയാം. പുള്ളി പെട്ടെന്ന് പറയാം ഞാൻ അറബി ഒന്നുമില്ല, ഞാൻ തൃശ്ശൂർ ജില്ല കുന്നംകുളത്തുള്ള ആളാണ്. അല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ വലിയ വെയിറ്റ് ഇട്ടതാ, കണ്ട അറബിയൊക്കെ സെറ്റപ്പ് വാക്കവി എന്ന് പറഞ്ഞ എന്താ. അപ്പൊ കൂടെ വന്നു പറഞ്ഞ് തൃശ്ശൂരുള്ള ആളായോണ്ട് അറിഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ചില പള്ളികളിൽ എങ്ങനെയാണ്. അപ്പൊ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ആളിന് ഡ്യൂട്ടി കുറവായിരിക്കും. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മനുഷ്യന്റെ പാദവിരൽ മുതൽ റൂഹ് പിടിക്കാനുള്ള ഡ്യൂട്ടി ഇല്ല. അതിന് 280 മലക്കളെ വലത് സൈഡിൽ, 280 ഇടത് സൈഡിൽ. ഇവര് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന സഹിക്കാനാകാതെ ഈ മനുഷ്യൻ കിടന്ന് പിടയുമ്പോൾ അസ്റായിൽ അലൈഹിസ്സലാം ഈ പിടയുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, എത്ര പ്രസംഗം കേട്ടടാ, എത്ര കാസറ്റ് നിന്റെ വീട്ടിലുണ്ടടാ, എന്നിട്ടും നീ കള്ളുകുടിച്ചില്ലേ, എന്നിട്ടും നീ പെണ്ണ് പിടിച്ചില്ലേ, എന്നിട്ടും നീ ഫസാദ് പറഞ്ഞില്ലേ, എന്നിട്ടും നീ ഇബത്ത് പറഞ്ഞില്ലേ, എന്നിട്ടും നീ ഹറാമായ കാര്യങ്ങൾ ചെയ്തില്ലേ, അതുകൊണ്ട് അനുഭവിക്കടാ അനുഭവിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് തീ പാറുന്ന കണ്ണുകൾ കൊണ്ട് വിരട്ടിയിട്ട് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമെന്നാണ്. അങ്ങനെ അവന്റെ റൂഹ് പിടിച്ച് തീരുമ്പോൾ കൊണ്ടുപോവുകയാണ്. തലമറക്കാത്ത സഹോദരിമാരെ, ശരീരത്തിന്റെ ഔറത്ത് വെളിവാക്കാൻ കൊതിക്കുന്ന സഹോദരിമാരെ, അന്യപുരുഷന്മാരെ കാണുമ്പോ ചാഞ്ഞും ചരിഞ്ഞും നടക്കാൻ കൊതിച്ചു പോകുന്ന പെണ്ണേ,
വിത്തുവേര് കാണാനുണ്ടെങ്കിൽ ശരീരത്തിന്റെ മൊഞ്ച് കാണിക്കാതെ സമാധാനമില്ലെന്ന് പറയുന്ന പെണ്ണേ, കണ്ടോ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മനുഷ്യര് കൂടെ വരുന്ന പോലെ റഖീബ് അതീദ് എന്ന മലക്കുകളും കൂടെ വരികയാ. റഖീബ് അതീദ് എന്ന 2 മലക്കും കൂടെ വരും. കൂടെ വന്നിട്ടോ നിന്നെ 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോ റഖീബ് അതീദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതെന്തെന്നറിയോ? നീ നിസ്കരിക്കാത്തവനാണെങ്കിൽ, നീ നോമ്പ് പിടിക്കാത്തവളാണെങ്കിൽ, നീ ഖുർആൻ ഓതാത്തവനാണെങ്കിൽ, നീ മാതാപിതാക്കളെ ചീത്ത വിളിച്ചവളാണെങ്കിൽ, അല്ലാഹുവിന്റെ ദീനിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞവനാണെങ്കിൽ, സാധുക്കളായ അനാഥ പെൺകുട്ടികള് അവർക്ക് സമയമായപ്പോ നിക്കാഹിന്റെ സമയമായപ്പോ ചെയ്തു കൊടുക്കാനുള്ള സഹായം നിഷേധിച്ചവനാണെങ്കിൽ ഈ 2 മലക്കുകൾ പറയുന്നതെന്തെന്നറിയോ? ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, നിനക്ക് ഒരു രക്ഷയും ഉണ്ടാകാതെ പോട്ടടാ, നിനക്കൊരു നന്മയും ഉണ്ടാകാതെ പോട്ടടാ. അല്ലാഹുവേ, സുല്ലിയത്ത് വന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഖബറിന്റെ അകത്തളത്തിലേക്ക് നമ്മുടെ മയ്യത്തിറക്കി വെക്കുമ്പോൾ മലക്കുകളാണ് ശപിക്കുന്നത്. തലമറയ്ക്കാത്ത ഉമ്മ, ഔറത്ത് മറയ്ക്കാത്ത പെണ്ണേ, ഈ മലക്കുകൾ പറയുകയാണ് ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, ഒരു ഗുണവും നിനക്കുണ്ടാകാതെ പോട്ടെ, നീ രക്ഷപ്പെടാതെ പോട്ടെ, നീ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിൽ ഇറക്കി വെക്കുകയാ. റുബ്ബ മജ്ലിസ് സൂയും അജ്ലസ്തനാ. എന്നിട്ട് ആ മലക്കുകൾ ചോദിക്കുമത്രേ, എത്ര വൃത്തികെട്ട സ്ഥലത്താ നീ ഞങ്ങളെ കൊണ്ടുപോയത്? നീ കള്ളു കുടിക്കാൻ കേറിയപ്പോ കൂടെ ഞങ്ങളും കേറി. എന്തിനാണ്? ഞങ്ങൾക്ക് നിന്നെ റെക്കോർഡ് ചെയ്യണമായിരുന്നു. നീ വ്യഭിചരിക്കാൻ കേറിയപ്പോ കൂടെ ഞങ്ങളും ഉണ്ടായിരുന്നടാ. നീ പള്ളിയുടെ നടയിലിരുന്നു കൊണ്ട് ഫസാദ് പറഞ്ഞില്ലേ, ഈബത്ത് പറഞ്ഞില്ലേ, കല്യാണം മുടക്കിയില്ലേ, കുടുംബ കലഹമുണ്ടാക്കിയില്ലേ, സാമ്പത്തിക ക്രമക്കേട് നടത്തിയില്ലേ, ബ്ലേഡ് കമ്പനി നടത്തിയില്ലേ, പലിശയ്ക്ക് പണം കൊടുത്തില്ലേ? അതെല്ലാം രേഖപ്പെടുത്താൻ ഞങ്ങളും നിന്റെ കൂടെ ഉണ്ടായിരുന്നു. റുബ്ബ കലാമിൻ കബീഹിൻ സുമഅതനാ, എത്ര മോശമായ സംസാരമാണ് നീ ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചതടാ. ആ മലക്കുകൾ ചോദിക്കുകയാണ്, നീ എവിടേക്ക് ഇരുന്ന് ഫസാദ് പറഞ്ഞു, എവിടേക്ക് ഇരുന്ന് എഴുപത്ത് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നീ ഞങ്ങളെ കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് നീ ഒരിക്കലും രക്ഷപ്പെടൂലടാ എന്ന് പറഞ്ഞു മക്കൾ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണ് വാരി ഇടുമ്പോൾ ഈ പ്രിയപ്പെട്ട മാലാഖമാർ പറയുന്നത് നീ രക്ഷപ്പെടാതെ പോട്ടെ എന്നാണ്, നീ ഗുണം പിടിക്കാതെ പോട്ടെ എന്നാണ്. അങ്ങനെയുള്ള മരണത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല മരണം, ഈമാന്റെ പവറുള്ള മരണം അല്ലാഹു നമുക്ക് തരണം. ഖബറിൽ പോയാൽ പേടിക്കാൻ ഒന്നുമില്ലാത്ത മരണം ഏതെന്നറിയോ? ഖബറിൽ പോയാൽ ഒന്നും പേടിക്കാനില്ല. എങ്ങനെ മരിക്കണമെന്നറിയോ? ഖബറിലേക്ക് പോയാൽ ഒന്നും, ഖബറിന്റെ അദാബ് പേടിക്കണ്ട, നരകത്തീ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഒരൊറ്റ മരണം നിങ്ങൾ മരിച്ചാൽ മതി. എങ്ങനെന്നറിയോ? അങ്ങനെ മരിക്കുന്ന സമയം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുമ്പ് വന്ന് നിൽക്കുമ്പോൾ വല്ലാത്ത ഒരു സുഗന്ധം വരികയാണ്. ആ സുഗന്ധം എവിടത്തെ സുഗന്ധമാണ്? സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മദീനത്തെ സുഗന്ധമാണ്. കർണാടകയിലെ സുല്ലിയിലുള്ള പ്രിയപ്പെട്ടവരെ, മദീന കാണണ്ടേ? വഫാത്തിന്റെ സമയത്ത് നമ്മൾ ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നേർക്ക് നേരെ കാണാൻ കഴിഞ്ഞാൽ അവന്റെ ഖബറിന്റെ അകത്ത് ഒന്നും അവൻ ഭയപ്പെടേണ്ട കാര്യമില്ല. സഹോദരിമാരെ, ഒരുങ്ങിക്കോ, അതിന്റെ മനസ്സ് വെച്ചോ. അതിന്റെ അസ്റായിൽ വന്ന് റൂഹ് പിടിച്ചു തുടങ്ങുന്നു. മാലാഖമാര് നിറഞ്ഞു കവിഞ്ഞ് വേദന കൊണ്ട് ഇങ്ങനെ പിളയുമ്പോൾ മദീനയുടെ സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ആർക്കും കാണാൻ കഴിയുന്നില്ല, അവന് മാത്രം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ,
വഫാത്തിന്റെ വേള റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം 80 കൊല്ലങ്ങൾ കഴിഞ്ഞാണ് ഖാദിമായ അനസ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടുന്നത്. ആ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ മുത്ത് നബിയുടെ സുഗന്ധം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ തൊയ്വ പതിയിൻ ജീവേ തൗഹീദൊളി നീരാവേ അർശിൻ കുർസിനും അധിപതിവുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരച്ചപുവേ അർശിൻ കുർസിനും അധിപതിവുടയോന്റെ ഹസനത്ത് ഉലകത്തിൽ ഉരച്ചപുവേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ. അല്ലാഹുവേ, അസ്രായിൽ വന്ന് മുമ്പ് നിൽക്കുമ്പോ റൂഹ് പിടിക്കുന്നതിന്റെ വേദന കൊണ്ട് മനുഷ്യനങ്ങനെ പിടയുന്ന സമയത്തറാ മദീനയുടെ സുഗന്ധമേ നബി മുഹമ്മദ് മുസ്തഫ, മക്കയുടെ സമ്മാനമേ നബി മുഹമ്മദ് മുസ്തഫ, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാ. പിന്നെ നീ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് കബറിലേക്ക് വെക്കോ. റസൂലുള്ളാഹിനെ കണ്ട് മരിച്ചവര് പിന്നെന്തിനാ പേടിക്കുന്നത്? പിന്നെ ഖബർ ജീവിതത്തെ നീ ഭയപ്പെടണ്ട. പിന്നെ ബർസഖ് ജീവിതത്തിൽ നിനക്ക് അദാബില്ല. അവിടെ നിനക്ക് സ്വർഗമാണ്, അവിടെ നിനക്ക് സ്വർഗത്തിന്റെ സുഖമാണ്. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് പ്രഭാഷണത്തിന്റെ പകുതിയായിട്ടേ ഉള്ളൂ, എങ്കിലും വിശാലമായ സദസ്സാണ്. ഈ പരിപാടിക്കൊരു ഭാരിച്ച ചെലവുണ്ട്. ആ ചെലവിലേക്ക് ഒരു നല്ല സ്വതക്ക എല്ലാവരും കയ്യിലെടുത്ത് വെക്കണം. എന്നിട്ടൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി സ്വതക്ക ചെയ്യാം. ഓരോ സദസ്സിലും ഞാൻ വാങ്ങുന്ന 10 രൂപയ്ക്ക് ഞാനാണ് ഗ്യാരണ്ടി. ആ ദുആ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും. പക്ഷേ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഇത്ര വിശാലമായ ഗ്രൗണ്ടിൽ ഈ ദുആ അള്ളാഹു തട്ടിക്കളയും എന്ന് നിങ്ങൾക്ക് തോന്നാൻ മാത്രം അള്ളാഹു കാരുണ്യമില്ലാത്തവനാണ്. ഒരു കൊച്ചുകുട്ടിയുടെ ആമീൻ മതിയല്ല. കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന അള്ളാഹ് എന്ന് പറയുമ്പോൾ കണ്ണ് നിറയുന്ന ഒരാളുടെ ആമീൻ മതി നമുക്ക് രക്ഷപ്പെടാൻ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ബക്കറ്റ് കൊണ്ടുവരും. ആദ്യമായിട്ട് ബക്കറ്റ് എൻ്റെ മുന്നിൽ കൊണ്ടുവരണം. എൻ്റെ കയ്യിലുള്ളതിൽ വെച്ചൊരു നല്ല സ്വതക്ക എനിക്കും ആഗ്രഹമാണ്. ഓരോ സദസ്സിലും ചെയ്യാറുണ്ട്. എങ്കിലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം. വിഷയത്തിന്റെ പകുതി ബാക്കി ഇൻഷാ അല്ലാഹ് ഇപ്പൊ പറയാൻ പോവാണ്. അല്ലാഹുമ്മ സല്ലി അവിടെ അങ്ങോട്ട് കൊണ്ടുവരും. اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, രാജസയ്യിദായ കരുണക്കടലായ പടച്ചവനെ, സുല്ലിയ എന്ന് പറയുന്ന പ്രദേശത്തെ ഈ വിശാലമായ ഗ്രൗണ്ടിന്റെ അകത്ത് നിറഞ്ഞു കവിഞ്ഞു പോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ആമീൻ പറയുമ്പോൾ അവരുടെ കയ്യിലുള്ള ഒരു സ്വതക്ക ആരും അറിയാതെ എത്ര രൂപയാണെന്ന് നീ മാത്രം അറിയുന്നവനാണ് പടച്ചവനെ. ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുമ്പോൾ അതിന് പകരമായി ഞങ്ങളുടെ മനസ്സിന്റെ രാജാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് രസമായിരിക്കും കാണാനല്ലോ. ആ മുത്തിനെ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങൾ വിട പറയുന്ന സമയത്ത് കാണിച്ചു തരണേ അല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളൊക്കെ ചുറ്റും കൂടി പൊട്ടിക്കരയുമ്പോ, നമ്മുടെ ബന്ധുക്കളൊക്കെ സങ്കടപ്പെടുമ്പോ മനസ്സ് നിറഞ്ഞ ഹബീബിന്റെ തൂമണം തൂകി മരണപ്പെടാ ഈ സരസിൽ വന്ന് സുറക്ക ചെയ്യുന്നവർക്കും കയ്യിൽ പൈസ ഇല്ലാതെ സങ്കടപ്പെടുന്നവർക്കും നീ ഭാഗ്യം കൊടുക്കുമല്ലോ. അല്ലാഹുവേ, എത്ര രൂപയാണെങ്കിലും ഈ ഒരു വലിയ കാര്യത്തിന് വേണ്ടി അവര് തീരുമാനിക്കുന്ന തുക നിനക്കറിയാൻ പടച്ചവനെ. അതിനനുസ്യൂതമായ രീതിയിൽ വണ്ണമായ പ്രതിഫലം നീ അവർക്ക് തെളിച്ചു കൊടുക്കണേ അല്ലാഹ്.
അല നബി മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി. എല്ലാവരുടെ മുന്നിലും, പുരുഷന്മാരുടെ ഭാഗത്തും സ്ത്രീകളുടെ ഭാഗത്തും ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ എൻ്റെ സംഘാടകർ വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരുടെ മുന്നിലും കൊണ്ടുവരും കാര്യമായ ഒരു സ്വതക്ക വേഗം. അതായത് ഈ ഒരു നിയ്യത്തായിരിക്കണം, നിയ്യത്ത് മാറണ്ട. കാരണം അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒന്നും പിന്നെ നമുക്ക് പേടിക്കാനില്ല, ഒന്നും ഭയപ്പെടാനില്ല. അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം. വേഗം വേണം. പോയോ സംഘാടകർ? പോയോ? വേഗം വേണം കേട്ടോ. കണ്ടില്ലല്ലോ മുമ്പോട്ട് പോയവരെ. ബക്കറ്റ് ഒന്നേ ഉള്ളൂ, കേരളത്തിൽ നിന്ന് കൊണ്ടുവരാറുന്നില്ല. കേരളത്തിൽ ബക്കറ്റേ ഉള്ളൂ. നൗഷാദ് വാക്കേ വരുമ്പോഴേ സ്വീകരിക്കണ ബക്കറ്റിനകത്താ. ബക്കറ്റ് വേഗം കൊണ്ടുപോകും. ഷെയ്ഖ് സാഹിബ് ആദ്യമേ അടുത്ത് പറഞ്ഞിരിക്കുക ഒന്നും പറയല്ലേ എന്നെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. വേഗം ഏറ്റവും പുറകിലും പോകണം, ഏറ്റവും ഫ്രണ്ടിൽ നിന്നും പോകണം. ഒരാളൊന്നും പറ്റൂല, നല്ല ഉഷാറായിട്ട് കുറേ മക്കൾ വേണം. ഒരു ബക്കറ്റേ ഉള്ളൂ, 40 ബക്കറ്റ് ഉണ്ട്. കാണാനില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ബക്കറ്റ് 40 ഉണ്ട്. വേഗമാവട്ടെ, വേഗമാവട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ വിഷയം നമുക്ക് പൂർത്തീകരിക്കണം. ഒരുപാട് സമയം നമുക്ക് നീട്ടി പറയാനും പറ്റില്ല. നാളെ മറ്റൊരു മനോഹരമായ വിഷയം കൂടി ആയതുകൊണ്ട് ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് ക്രമപ്പെടുത്തണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ചില ആൾക്കാരൊക്കെ പറയലുണ്ട്, സാറേ നിങ്ങൾ ഈ പറയുന്ന പോലെ ഖബറിന്റെ അകത്ത് ശിക്ഷയുണ്ടെങ്കിൽ അവർ മാത്രം അങ്ങനെ അങ്ങ് അറിഞ്ഞാൽ മതിയോ? ആ മണ്ണിന്റെ മുകളിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ കൂടി അറിയണ്ടേ? തെമ്മാടികളെയും ധിക്കാരികളെയും കള്ളുകുടിയന്മാരെയും പെണ്ണുപിടിയന്മാരെയും കൊണ്ടുപോയി ഖബറടക്കി കഴിഞ്ഞാൽ ആ ഖബറിന്റെ അകത്ത് അദാബുണ്ടോ എന്ന് എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുക എന്ന് ചോദിക്കുന്നവരെ, എങ്ങനെയാണ് ഞങ്ങളെ വിശ്വസിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരെ, നിങ്ങൾ ആലോചിച്ചു കൊള്ളുക. കർണാടകയിലെ സുല്ലിയിലുള്ള കുറച്ച് ചെറുപ്പക്കാര് വന്നിട്ട് പറയുകയാണ്, ഷഹീദ് സാഹിബിനോട്, GM ഷാഹിദ് സാഹിബിനോട് പറയുകയാണ്, ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും വൃത്തികെട്ടവനായ, ഏറ്റവും കള്ളുകൊടിയനായ, പെണ്ണുപിടിയനായ, ഒരുപാട് തിന്മകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവനായ ഒരു മനുഷ്യനങ്ങ് മരണപ്പെടുമ്പോൾ അയാളുടെ ഖബറിന്റെ അകത്ത് ഒരു ക്യാമറ ഘടിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് പുറത്ത് നമ്മൾ വലിയ LCD വെക്കും. ഇന്നിപ്പോ ഈ പ്രസംഗത്തിന് വെച്ചിരിക്കണ പോലെ വലിയ LCD വെക്കും. എന്നിട്ട് ഖബറിന്റെ അകത്ത് നടക്കുന്ന സർവ്വകാര്യങ്ങളും LCDയിലൂടെ പുറത്ത് കാണും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകുമോ? അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടാകും? ഒരു സംശയമില്ല, ഉണ്ടാവും. കാരണം എന്തെന്നറിയോ? ഇന്ന് അങ്ങനെ ധാരാളം യന്ത്രങ്ങളും മെഷീനും ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഖബറിന്റെ അകത്ത് എന്ത് നടന്നാലും പുറത്തറിയണം. ആ മയ്യത്തൊന്ന് ചലിച്ചാൽ, മയ്യത്തിന്റെ കഫംപുടവയിൽ മണ്ണ് പറ്റിയാൽ, മയ്യത്തിന്റെ പുറത്തൂടെ ഒരു പാമ്പ് ഇഴഞ്ഞു പോയാൽ അതൊക്കെ നമുക്ക് പുറത്ത് സ്ക്രീനിലൂടെ കാണണം. ആ രീതിയിൽ. അപ്പോ ഷാഹിദ് സാഹിബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അനുവാദം തരികയാണ്, പള്ളിയിൽ ഉസ്താദുമായിട്ടൊക്കെ ഒന്ന് ആലോചിച്ച്. എനിക്കും അതൊന്നും അറിയാലോ. കുറെ ഉസ്താദന്മാരുടെ കൂടെ, ബാക്കവിയുടെ കൂടെ ഒക്കെ കുറെ പ്രസംഗം കേട്ടു. കാസർഗോഡ് എവിടെ വാത് വരാൻ വന്നാലും മൂപ്പരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് കുറെ വാത് കേട്ടതാ, ഖബറും പരലോകവും പാമ്പും തേടും ഒക്കെ അതൊക്കെ ഒന്നും ഉണ്ടോന്നൊന്നും അറിയാലോ. എന്തായാലും നിങ്ങൾ ക്യാമറ വെച്ചോളാൻ പറഞ്ഞു. എല്ലാവരും കൂടി പള്ളിയുടെ വലിയ ഗ്രൗണ്ടിൽ സ്ക്രീനൊക്കെ വെച്ചു. ആ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടി, നരകം എന്ന് പറഞ്ഞാൽ നരകം പോലും നാണിച്ചു പോകുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കൊണ്ടുവന്ന് അടക്കി. സഹോദരിമാരൊക്കെ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ചിരിക്കാനുള്ള സൗകര്യം. കള്ളുകൂടിയന്മാരൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ആടി നിൽക്കുകയാണ്. വല്ലതും ഉണ്ടെങ്കിൽ ഇന്ന് അറിയാലോ, ഇല്ലെങ്കിൽ പിന്നെ നാളെ ഡിസംബർ 31 ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കാലോ. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ്. അങ്ങനെ സ്ക്രീനകത്ത് വന്നു. ആദ്യം പള്ളിയിലെ ഉസ്താദിനെ പിടിച്ച് ഫ്രണ്ടിൽ ഇരുത്തി. കാരണം മൂപ്പരാണ് ഖബറെന്ന് പറഞ്ഞ് ഭയങ്കര പ്രസംഗമാണ്, വിപ്ലവ പ്രസംഗം. കസേരട്ട് അവിടെ ഇരുത്തി കണ്ടോളിന്ന് പറഞ്ഞു. പള്ളി കമ്മിറ്റിക്കാരുണ്ട്, ഖബർ വെട്ടാൻ പോണവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഖബർ വെട്ടാൻ പോണവരൊക്കെ സിനിമാ പാട്ട് പാടിയാ വെട്ടണം. എന്നാലും ഇപ്പോൾ അങ്ങനെ അവരും വന്ന് ഫ്രണ്ടിരുന്ന്. എന്താണെന്ന് അറിയണമല്ലോ, എല്ലാവരും വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനെ ഖബറടക്കി. ഖബറിന്റെ അകത്ത്, ഈ കഫൻ തുണിയുടെ അകത്ത് ക്യാമറയൊക്കെ വെച്ച്, ഉയരൊന്നുമില്ല, അതിനകത്ത് എന്ത് നടന്നാലും പുറത്ത് കാണും. ഇന്ന് പിന്നെ അങ്ങനെയാണല്ലോ സജ്ജീകരണം. പേനയ്ക്കകത്ത് ക്യാമറ വെച്ചോണ്ടല്ലേ പല നേതാക്കന്മാരെയും പല വിഷയത്തിൽ കൊടുക്കുന്നത്. പോട്ടെ, അതിലേക്കൊന്നും കിടക്കുന്നില്ല.
അങ്ങനെ ഈ മനുഷ്യന്റെ ഖബറടക്കം സ്ക്രീനിലൂടെ കാണുകയാണ്. സഹോദരിമാരെല്ലാവരും വന്നു കണ്ടോളണം, ഇന്ന് തന്നെ കണ്ടോളണം, എന്തെങ്കിലും അതാബുണ്ടെങ്കിൽ നമുക്ക് ഇന്നറിയാം, ഇല്ലെങ്കിൽ നാളെ എന്റെ പറതയൊക്കെ വാരിയിട്ട് കത്തിച്ചിട്ട് 1.5 മീറ്ററുമായിട്ട് ഞാനങ്ങ് ഇറങ്ങൂലേ. സഹോദരിമാർക്ക് വലിയ തീരുമാനത്തിലാണ്. സ്ക്രീനിലൂടെ നോക്കുകയാണ്. അടക്കി മണിക്കൂറുകൾ കഴിഞ്ഞു. 3 ചുവട്ടടി വെക്കുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കാം, അല്ല 3 ചുവട്ടടി വെക്കുമ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കാൻ വരുമോ, നമ്മൾ റബ്ബുക വമൻ നബിയുക വമാ ദീനുക. 3 ചുവട്ടടി കഴിഞ്ഞ് 300 ചുവട്ടടി വെക്കാനുള്ള സമയമായി. മലക്കുകളൊന്നും വന്നില്ല. സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുസ്ലിയാരിരുന്ന് വിയർക്കാണ് ഫ്രണ്ടില്. അപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഉസ്താദെ ഇത് വല്ല നടക്കുവോ, മലക്കുകളൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, 1 or 2 പേരാണ് ഓരോ ദിവസം മരിക്കുന്നത്, ഒരുപാട് പേരില്ലേ, എല്ലായിടത്തും ചോദിക്കണ്ടേ, പതുക്കെ വരും, വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ കുറെ നേരം വീണ്ടും കഴിഞ്ഞു. മലക്കുകളൊന്നും വന്നില്ല ചോദിക്കാൻ. അപ്പൊ ഉസ്താദ് വിചാരിച്ചു വരും, ചിലപ്പോ എന്തെങ്കിലും ലീവായിരിക്കും, ചിലപ്പോ നാളെ എന്തെങ്കിലും പറയണ്ടേ. ഈ പഹയന്മാരെ മുന്നിൽ വെള്ളിയാഴ്ചയും മറ്റു ദിവസങ്ങൾ കയറി കബറും മരണമെന്നും പറഞ്ഞ് പള്ളി വെക്കാനും മിനാരം കെട്ടാനൊക്കെ പൈസയൊക്കെ പിടിച്ച് വാങ്ങിച്ചതാ. അതുകൊണ്ട് സമാധാനം പറയണ്ടേ. കുറെ നേരം കഴിഞ്ഞിട്ടും മലക്കുകൾ വന്നില്ല. 2 ദിവസം വരെ ജനങ്ങൾ ഉറക്കമൊഴിഞ്ഞു നോക്കി. ഭക്ഷണമൊക്കെ പള്ളിയിൽ നിന്ന് ഫ്രീയാ. കാരണം സംഘാടകർ കമ്മിറ്റിക്കാർ വിചാരിക്കുന്നത് കബറിൽ ശിക്ഷയൊന്നും ഇല്ലെങ്കിൽ നാളെ വരെ നല്ലപോലെ കൈയിട്ട് വാരാലോ, പൊതുമുതലല്ലേ, ഇത്രയും കാലം വാരിനേക്കാലം സ്പീഡിൽ വാരാ. അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ പൈസ എടുത്ത് ഭക്ഷണം ഫ്രീയാ കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ നേർച്ചകളൊന്നും നടത്തൂല, മൗലിദില്ല, യാസീനില്ല, ദുആ ഇല്ല, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. അവർക്ക് വലിയ സന്തോഷമായി. അവര് പറഞ്ഞു, അൽഹംദുലില്ലാ, കണ്ടില്ലേ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വാപ്പാക്ക് യാസീനോദീനൊക്കെ കണ്ട, അതിനകത്ത് ഒന്നുമില്ലടാ. അവർക്ക് വലിയ റാഹത്തായി. അവസാനം പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ നേരെ തിരിഞ്ഞു ഉസ്താദിന്റെ അടുത്ത് വന്നു. ഉസ്താദിനെ ഒന്ന് ഫോൺ വിളിച്ചു. ഹലോ, 4-5 കൊല്ലം കിതാബൊക്കെ പഠിപ്പിച്ച് വലിയ ഷെയ്ഖായിട്ട് നിങ്ങൾ അവിടെ ഇരുന്നോളി, ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, ലൈബ്രറിയിലേക്ക് ചെന്നിട്ട് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, ആ കിതാബ് എടുത്ത് നോക്കിയാൽ ഈ ജനങ്ങളുടെ സംശയം മാറുമെന്ന് പറഞ്ഞു. ഉസ്താദ് അങ്ങനെ നേരെ ലൈബ്രറിയിലേക്ക് ചെല്ലുകയാണ്. മനോഹരമായ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ. സുബ്ഹാനല്ലാഹ്, കിതാബ് എടുത്ത് നിവർത്തി വെക്കുകയാണ്. ആ കിതാബ് എടുത്ത് നോക്കുമ്പോ അതിന്റെ അകത്ത് പറയുകയാ, ഇന്നാദിഹിൽ ഐനാ ലാ തസ്ലഹു ലിമുശാഹദതി ഉമൂരിൽ ആഖിറ. ഹാദാ ആലമുൻ അസൂത് വഹിയ ആലമു മലകൂത്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, മടയന്മാരായ മനുഷ്യരെ, ഇത് ഏത് ലോകമെന്നറിയോ? നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആലമുനാസൂത്താണ്, ആലമുനാസൂത്താണ്. ഖബർ ജീവിതം എന്ന് പറയുന്നത് ആലമു മലക്കൂത്താണ്. ആ ആലമു മലക്കൂത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ആലമുനാസൂത്തിലുള്ളവർക്ക് കാണാൻ കഴിയില്ല. ആലമു മലക്കൂത്തിൽ നടക്കുന്നത് കാണാനുള്ള കഴിവ് ഈ കണ്ണുകൾ കൊണ്ട് ആഖിറത്തിന്റെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയില്ല മുസ്ലിമേ. ഖബറിന്റെ അകത്ത് പാമ്പ് വരുന്നത് കാണാൻ കഴിയില്ല, ഖബറിന്റെ അകത്ത് തീ കത്തുന്നത് കാണാൻ കഴിയില്ല, മയ്യത്ത് വാരിയല് കോർത്തു പോകുന്ന വിധത്തില് ആ ഖബറിന്റെ 2 ഭിത്തികൾ ഞെരുങ്ങി പോകുന്നത് അറിയാൻ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ നമുക്ക് കഴിയുന്നതല്ല. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്ന എത്രയോ മനോഹരമായ വചനങ്ങളാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണ്ണിന് എന്ത് പവറാണുള്ളത്? നമ്മുടെ കണ്ണുകൾക്ക് ആകാശം പോലും കാണാൻ കഴിയൂല. ഈ സുല്ലിയത്തെ ഗ്രൗണ്ടിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് മലന്ന് നോക്കുമ്പോ കാണുന്നത് ആകാശമല്ല, അതിന്റെ പേര് മുന്തഹ തുറഫ് എന്നാണ്, കാഴ്ചയുടെ പരമാവധി. അതിന്റെ അപ്പുറത്തേക്ക് കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാ പ്രിയമുള്ളവരെ ആ കണ്ണുകൊണ്ട് ഖബറിന്റെ രംഗം കാണാൻ പറ്റൂല. നോക്കണ്ട, ക്യാമറ വെച്ചാൽ പരാജയമാണ്, കമ്പ്യൂട്ടർ വെച്ചാൽ പരാജയമാണ്, ആ ഖബറിന്റെ മുകളിൽ കാത്തിരുന്നാൽ പരാജയമാണ്. അതുകൊണ്ട് സർവ്വ അദാബുകളും ഖബറിന്റെ അകത്തുണ്ട്, മറക്കല്ലേ. ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മണ്ണറയിലെ 1ാമത്തെ അത്ഭുതം എന്തെന്നറിയോ? തങ്കലിബു ഫിൽ ഖബരി അഖറബൻ ലാദിആ. ഒരു മനുഷ്യനെ കൊത്തിവലിക്കുന്ന
വലിക്കുന്ന തേള് വരികയാണ്. തേള് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമോ? വലിയ ഒരു കറുത്ത ജീവിയാണ്. ഒരുപാട് കാലുകളുണ്ട്. അതിന്റെ ഒരു സ്പർശനം കിട്ടിയാൽ അതുപോലും വിഷമുള്ളതാണ്. അത് ദുനിയാവിലെ വസ്തുവാണെങ്കിൽ ഈ വരുന്ന ജീവി നരകത്തിലുള്ളതാ. നരകത്തിന്റെ പാമ്പാണ്, നരകത്തിന്റെ തീയാണ്, നരകത്തിന്റെ വിഷസർപ്പമാണ്, നരകത്തിന്റെ തേളാണ്, നരകത്തിന്റെ ചിതലാണ്, നരകത്തിന്റെ പുഴുക്കളാണ്. അതൊന്നും അല്ലാഹുവേ ഈ ദുനിയാവിലുള്ളതല്ല. അതൊക്കെ നരകത്തിൽ നിന്ന് അല്ലാഹ് ഖബറിലേക്ക് ഇറക്കി കൊടുക്കുന്നതാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നിറങ്ങുന്നവരെ, പാവപ്പെട്ടവന്റെ പട്ടിണി മറന്ന് കുംഭ വീർപ്പിക്കുന്നവരെ, സാധുക്കളെ സഹായിക്കാൻ മനസ്സ് വരാത്തവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലാത്തവരെ, വീട്ടിന്റെ അകത്ത് ഖുർആൻ അടുക്കി വെച്ചിട്ട് ഒന്ന് നിവർത്തി നോക്കാ പോലും മനസ്സ് വരാത്തവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഗസാലി ഇമാം പറയുന്നു. ഒന്നാമത്തെ അത്ഭുതം എന്തെന്നറിയോ? തങ്കലിബു ഫിൽ ഖബരി അഖറബൽ ആദിആ. ആ മയ്യത്തിനെ കൊത്തി വലിക്കുന്ന തേളുകളായി ഖബറിന്റെ അകത്ത് ഒരു സ്വഭാവം മാറുന്നതാണ്. ഏത് സ്വഭാവമെന്നറിയോ? ഏത് സ്വഭാവമെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഖബറിന്റെ അകത്ത് അവന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ കൊത്തി വലിക്കുകയാണ്. അങ്ങനെ അവന്റെ കൊത്തിവലിക്കുന്നതിന് ഏത് സ്വഭാവമാണ് ഇങ്ങനെ രൂപാന്തരപ്പെടുന്നത് എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തുവത്രേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യാറ് അവന് വേണ്ടി, അവൻ പണപ്രേമികൾ എന്ന് പറയുന്ന ദുർഗുണം, പണപ്രേമികൾ എന്ന് പറയുന്ന ദുർഗുണം, സക്കാത്ത് കൊടുക്കാതെ, സ്വതക്ക കൊടുക്കാതെ, സാധുക്കൾക്ക് കൊടുക്കാതെ, അവനും അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും അതിനപ്പുറത്തേക്ക് ഒരാളെ പോലും സഹായിക്കാൻ അവന് മനസ്സില്ല. എത്ര ഹറാമിയത്ത് കിട്ടിയാലും സ്വന്തമായി ഉണ്ടാക്കിയെടുക്കാനുള്ള താല്പര്യം. പലിശക്കാണെങ്കിലും കുഴപ്പമില്ല, മോഷ്ടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, പാര വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ചതിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, വഞ്ചന നടത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. ആ രീതിയിലൂടെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കണം. ഞാൻ ഈ ബാംഗ്ലൂർ പരിപാടിക്ക് പോയപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് നിംഹാൻസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ അവിടുത്തെ സംഘാടകർ എന്നെ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു രംഗമായിരുന്നു എന്നറിയോ? 10, 40, 50 കുട്ടികളെ ഒരു റൂമിന്റെ അകത്തിട്ടിരിക്കുന്നു. മന്ദബുദ്ധികളാണ്, വൈകല്യമുള്ളവരാണ്. ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ഓർത്തുപോയി. 5 വയസ്സുള്ള 6 വയസ്സുള്ള മക്കളൊക്കെ അതിനകത്തുണ്ട്. വസ്ത്രം ധരിക്കണമോ വസ്ത്രം മാറ്റണമോ എന്നൊന്നും അവർക്കറിയില്ല. എൻ്റെ ഉമ്മമാരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ദ്വാരക്കണം. ആ സംഘാടകര് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഈ ഹോസ്പിറ്റലില്ല, നമുക്ക് വേറൊന്നും ചെയ്യാനില്ല, അവിടെ വന്ന് നിങ്ങളൊരു സംഭവം ഉദ്ഘാടനം ചെയ്തു തരണം. എന്തെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, പാവപ്പെട്ട കുറച്ച് മക്കൾക്ക് ഭക്ഷണ വിതരണം നടത്താൻ. അവര് കഷ്ടപ്പെട്ട പൈസയാണ്, അവര് ത്യാഗം ചെയ്ത പൈസയാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് റബീഉൽ അവ്വലിന്റെ 1ാമത്തെ ആഘോഷം ഇതാണെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ആ പെട്ടിക്കണക്കിന് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ ബുദ്ധിസ്ഥിരതയില്ലാത്ത പാവപ്പെട്ട മക്കൾ, അവർക്കത് ആദ്യമായിട്ടാണ് കിട്ടാന്ന് തോന്നും, ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നൊരു ഓറഞ്ച്, ഒരു 6 വയസ്സുള്ള ഒരു മകൻ വാങ്ങിക്കൊണ്ടുപോവാണ്. കൊണ്ടുപോയിട്ട് എൻ്റെ മുമ്പ് നിന്ന് ഓറഞ്ചിന്റെ തൊലിയോടുകൂടി അത് കടിച്ച് തിന്നാൻ. എനിക്ക് സങ്കടം തോന്നി. സംഘാടകരിൽ ഒരാൾ പോയിട്ട് അത് പിടിച്ചെടുത്തിട്ട് അത് തൊലിച്ചിട്ട് അവന്റെ വാക്യകത്തേക്ക് വെച്ചു കൊടുത്തു. ലോകത്തെ സ്നേഹിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റബീഉൽ അവ്വൽ ആ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാർ അങ്ങനെയാണ് ആഘോഷിച്ചത്. സന്തോഷം തോന്നിപ്പോയി. എത്ര മക്കളാ, ഒന്നും അറിയില്ല, അവർക്ക് ഉമ്മയില്ല, ഉപ്പയില്ല, ആരുമില്ല, വൈകല്യമുള്ളവരാണ്, മൂക്ക് കെട്ട ഒഴുകുകയാണ്, ചീഞ്ചലം പൊട്ടി ഒഴുകുകയാണ്, ദുർഗന്ധമുണ്ട്. കുളിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു റൂമിന്റെ അകത്ത് 50 പേരെ കയറ്റിയിട്ട് വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ പമ്പ് കൊണ്ട് വെള്ളം അടിപ്പിച്ച് കുളിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അങ്ങനൊരു അവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ, അങ്ങനൊരു അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ വരുത്തല്ല റബ്ബേ. ഈ ചെയ്യുന്ന സ്വതക്കയുടെയും ഈ രാത്രിയുടെ പ്രാർത്ഥനയുടെയും ബറക്കത്ത് കൊണ്ട് അങ്ങനെ ഒരു കണ്ണീരിന്റെ രംഗം നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലെയുള്ള അദാബ് ഖബറിന്റെ അകത്ത് അല്ലാഹു നമുക്ക് തരും. പണം എന്ന് പറയുന്നത് ആരുടെയും കഴിവ് കൊണ്ട് നമുക്ക് കിട്ടുന്നതില്ല. PM സെയ്ദ് സാഹിബ് അവിടെ ആംബുലൻസ് വാങ്ങുന്നതിന് വേണ്ടിയോ അവിടെ ഒരു വലിയ ബിൽഡിംഗ് കിട്ടുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞ് നെറ്റിലൂടെ പ്രസംഗം കണ്ടിട്ട് ഒരുപാട് പേര് പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് ഈ സദസ്സിലും ഉണ്ടാകും.
അല്ലേ? അവിടെ ഒരു വലിയ ബിൽഡിംഗ്, ആ ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് വിശ്രമിക്കാനും അവർക്ക് മരുന്ന് വാങ്ങാൻ പോകാൻ സ്റ്റാഫിനെ നിശ്ചയിച്ചുകൊണ്ട് സമുദായം ചെയ്യുന്ന പുണ്യപ്രവർത്തനങ്ങൾ നമ്മൾ ഓർക്കണം. ജാതി മത ഭേദമന്യേ ആര് വന്നാലും അവരെ സഹായിക്കാൻ. അവിടെ മുസ്ലിമിനെ മാത്രമല്ല നോക്കുക, ബാന്ധവ മാനവ സർവേ സ്വദേശ എന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ അണികൾ, ബാന്ധവ മാനവ സർവേ സ്വദേശ, ഒരൊറ്റ ദേശത്തിൽപ്പെട്ടവരെ പോലെ, ഒരൊറ്റ മനസ്സിന്റെ ഉടമകളെ പോലെ മനുഷ്യർ ജീവിക്കണം എന്ന് മഹാഭാരതം പറയുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൂടി സങ്കടം വന്നുകൊണ്ടവർ വന്നാൽ അവരെ സഹായിക്കാൻ രക്തത്തിളപ്പുള്ള മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ഇവിടെ, ആരോഗ്യമുള്ള മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ഇവിടെ. അതുകൊണ്ട് അവർക്ക് അദാബില്ല. പാവപ്പെട്ടവരെ സഹായിക്കുന്നവർക്ക് ഖബറിന്റെ അകത്ത് വമ്പിച്ച സ്വീകരണമുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രിയപ്പെട്ട സന്തത സഹചാരി മരണപ്പെട്ടു പോയപ്പോൾ ഈ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് തൽക്കാലം ദുആ ചെയ്യുകയാണ്. കാരണം 10:30 മണി വരെയാണ് അൽഹംദുലില്ലാഹ് നമുക്ക് മൈക്ക് സാക്ഷ്യം തന്നിരിക്കുന്നത്. 10 മണി വരെ സാധാരണ ഉള്ളൂ, ഇവിടെ 10:30 വരെ കിട്ടി. അത് പിന്നെ ഷെയ്ദ് സാഹിബ് സംസാരിച്ച് 10:30 കിട്ടി. നാളെ നമുക്ക് ഇന്നത്തെ കടം കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വിടണം. നാളെ പിന്നെ പൊതുസമ്മേളനങ്ങളൊന്നും വലുതായിട്ടില്ല. ചെറിയ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ നേരെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശ്വാസത്തിന്റെ സൗന്ദര്യം. ഈ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഒരുമിച്ച് കൂട്ടായി നമുക്ക് ദുആ ചെയ്യാം. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ സന്തത സഹചാരി മരണപ്പെട്ടു പോയപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ, എനിക്ക് ആ മനുഷ്യന്റെ ഖബർ ഒന്ന് കാണിച്ചു തരണമല്ലാ, ആ ഖബറിന്റെ അകത്തെ രംഗം എനിക്കൊന്ന് കാണണമല്ലാ. നിസ്കരിച്ചിരുന്ന, നോമ്പ് പിടിച്ചിരുന്ന, നിസ്കാരത്തഴമ്പുള്ള, ഈമാന്റെ പ്രകാശമുള്ള എന്റെ സഹചാരിയുടെ ഖബർ ജീവിതം എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ദിവസം അങ്ങനെ ദുആ ചെയ്തതിന് ശേഷം ഒരു ഉറക്കത്തിലൂടെ ഖബർ സ്വപ്നം കാണുകയാണ്. ഒരുപാട് പേര് ഖബറുകൾ സ്വപ്നം കണ്ടവരുണ്ട് ഉറക്കത്തിലൂടെ. ദുആ ചെയ്തതിന്റെ ഫലമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വപ്നം കണ്ടിട്ടുണ്ട്. അബൂജഹലിന്റെ ഖബർ സ്വപ്നം കണ്ടിട്ടുണ്ട്. അബൂലഹബിന്റെ ഖബർ സ്വപ്നം കണ്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു സങ്കടപ്പെടുകയാണ്. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന റബ്ബേ, എന്റെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി. അവൻ നിസ്കാരമുള്ളവനാണ്, ഖബറിനെ പേടിച്ചിരുന്നവനാണ്, ഈമാന്റെ പ്രകാശമുള്ളവനാണ്. അതുകൊണ്ടാ ഖബറിന്റെ ജീവിതം എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ഒരു രാത്രിയിലാ ഖബർ സ്വപ്നം കാണുകയാണ്. ഒരു രാത്രിയിലാ ഖബർ സ്വപ്നം കാണുകയാണ്. ആ ഖബറിന്റെ അകത്ത് ഈ മനുഷ്യൻ എഴുന്നേറ്റിരിക്കുകയാണ്. എഴുന്നേറ്റിരിക്കുമ്പോ ആ മനുഷ്യന്റെ മുഖത്തിന്റെ നേർ പകുതി കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാ. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, എന്ത് പറ്റിപ്പോയി നിന്റെ മുഖത്ത്? ഖബറിന്റെ അവസ്ഥ എങ്ങനെയാ? ഖബറിന്റെ അദാബുകളുണ്ടോ? ഖബറിന്റെ പുണ്യങ്ങളാണോ നിനക്കുള്ളത്? എന്താണെന്ന് എന്നോടൊന്ന് പറയണം എന്റെ സമാധാനത്തിനാ. അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുകയാ, എന്റെ മരണത്തിന് മുമ്പ് എന്റെ എല്ലാ തെറ്റുകളും ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞതാ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയാൽ അവൻ വല്ലാത്ത ഭാഗ്യവാനാണ്. എന്റെ എല്ലാ തെറ്റുകളും ഞാൻ എന്റെ പടച്ചവനോട് പറഞ്ഞതാ. ഇല്ലാ റംബം വാഹിദ, ഒരു തെറ്റൊഴിച്ച്. ഇസ്തഹൈതു അൻ അഖുറബി, ഇസ്തഹൈതു അൻ അഖുറബി, ആ തെറ്റെന്റെ റബ്ബിനോട് പറയാൻ എനിക്ക് ലജ്ജയായിരുന്നു. ആ തെറ്റുകൾ എന്റെ പടച്ചോനോട് പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നരകത്തിന്റെ ഒരു കല്ല്, നരകത്തിന്റെ ഒരു കനൽ കട്ട എന്റെ മുഖത്തേക്ക് വന്ന് വീഴുകയാ. എന്റെ മുഖത്തിന്റെ പകുതിയോളം ഭാഗം അത് കരിച്ചു കളയുകയാ.
ഓരോ ദിവസം കഴിയുമ്പോഴും അങ്ങനെ വരികയാ. അതിന്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റൂല. അബ്ദുല്ലാഹിൽ ബറാസ് ചോദിക്കുകയാ, എല്ലാ തെറ്റുകളും നിന്റെ പടച്ചോന് പുറത്തു തന്നിട്ട് ആ ഒരു തെറ്റ് റബ്ബിനോട് തൗബ ചെയ്യാ, നീ ലജ്ജിച്ചതിന്റെ കാരണമെന്തേ? ആ തെറ്റ് ഏതാണ്? ആ തെറ്റേതാണെന്ന് ചോദിക്കുകയാണ്. സുല്ലിയത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്തു പോകുന്ന തെറ്റിന്റെ കൂമ്പാരങ്ങളും കൊണ്ട് എങ്ങനെയാണ് ഖബറിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ? അബ്ദുല്ലാഹിൽ ബറാസിനോട് ആ മരണപ്പെട്ടു പോര മനുഷ്യൻ പറയുകയാ, ഇന്നി നളറുതു ഇലാ ഉലാമിൻ ജമീൽ, കാണാൻ ഭംഗിയുള്ള അഴകുള്ള ഒരു പാവപ്പെട്ട സഹോദരന്റെ മുഖത്തേക്ക് വികാരത്തോടെ ഞാനൊന്ന് നോക്കിയതാ. ഒരു ആൺകുട്ടിയുടെ മുഖത്തേക്ക് വികാരത്തോടെ ഞാനൊന്ന് നോക്കിപ്പോയത് മാത്രമാണ്. അവന് ഞാനൊന്നും ചെയ്തില്ല, എന്റെ വികാര പൂർത്തീകരണം പോലും നടത്തിയില്ല. പെണ്ണിനെയല്ല, ആണിനെയാണ്. കാണാൻ ഭംഗിയുള്ള ഒരാൺകുട്ടിയുടെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കിപ്പോയപ്പോൾ എന്റെ മുഖത്ത് ഓരോ ദിവസവും നരകത്തിന്റെ തീക്കട്ട കൊണ്ട് അള്ളാഹു വെച്ച് പിടിപ്പിക്കുകയാ. ഇന്ന് പറഞ്ഞു പോയെങ്കിൽ സുല്ലിയത്ത് വന്ന പ്രിയപ്പെട്ടവരെ, ഡൽഹിയുടെ തെരുവോരത്ത് പാവപ്പെട്ട പെൺകുട്ടിയെ നാലായി വലിച്ചു കീറിയിട്ട് കുടല് പുറത്തെറിഞ്ഞവരെ, കോടതി വിധി എന്തായിരുന്നാലും പടച്ചോന്റെ വിധി നിന്നെ കാത്തിരിക്കുന്നുണ്ടടാ. പെൺകുട്ടികളെ കാമക്കണ്ണുകൊണ്ട് നോക്കുന്നവരെ, വ്യഭിചാരത്തിന് അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ സർവ്വസീമകളും പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പിശാചിന്റെ നൃത്തം ചെയ്യുന്നവരെ, ഖബറിന്റെ അകത്ത് സമാധാനമില്ല. അതുകൊണ്ട് ഒരുങ്ങിക്കോ, ഇന്നത്തെ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തോ. ഫമയഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ഒരു അണുവളവ് നന്മയാണോ നീ ചെയ്തത്, നിന്റെ ഖബറിന്റെ അകത്ത് നീ കാണുന്നതാ. ഒരു തിന്മയാണോ നീ ചെയ്തത്, നിന്റെ ഖബറിന്റെ അകത്ത് നീ കാണുന്നതാ. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ അവിടെ എന്തിനാ കരയുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇപ്പൊ ഒരായത്തിറങ്ങി സഹാബത്തെ, ആയത്ത് ഓർത്തുകൊണ്ട് അറിയാതെ കരഞ്ഞു പോവുകയാ. വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അല്ലാഹു സ്വലാ വത്തബഉ ശഹവാ വസൗഫ യൽഖൗന വയ്യാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹ് പറഞ്ഞു, നബിയേ അങ്ങയുടെ കാലം കഴിഞ്ഞു പോയാൽ, അങ്ങയുടെ സഹാബത്തിന്റെ കാലം കഴിഞ്ഞു പോയാൽ പിന്നെ ഒരു കാലഘട്ടം വരും. കർണാടകയിലെ സുല്ലിയത്ത് ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടം അതാ. കേരളത്തിന്റെ കാസർഗോഡ് ഇന്ന് നിലനിൽക്കുന്ന കാലഘട്ടം അതാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളില്ലേ അല്ലാഹു സ്വലാ, അവർ നിസ്കാരം പാഴാക്കുന്നവരാ, അവര് സർവകാര്യങ്ങളും ചെയ്യുന്നവരാ, അവര് മതപ്രസംഗം നടത്തുന്നവരാ, അവര് ദീനീ പ്രവർത്തനം നടത്തുന്നവരാ, അവര് സർവകാര്യങ്ങളും ചെയ്യുന്നവരാ. പക്ഷേ അല്ലാഹു സ്വലാ, അവർ നിസ്കാരം പാഴാക്കുന്നവരാണ്. മാത്രമല്ല അവർ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പിൻപറ്റുന്നവരാണ്. ശരീരം എന്തു പറയുന്നുവോ, കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, പണത്തിന് പണം, സുഖത്തിന് സുഖം, അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരാ അവര്. ഏറ്റവും വൃത്തികെട്ട നരകമായിരിക്കും അല്ലാഹു അവർക്ക് കൊടുക്കുക എന്ന് ഓർത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഖബറിലേക്ക് പോകാൻ അൽഹംദുലില്ലാഹ് ഒരുങ്ങുക. സ്വതക്ക ചെയ്തുകൊണ്ട്, മാനുഷികമായ വെറുപ്പുകളെ മാറ്റിവെച്ചുകൊണ്ട്, പലിശയിൽ നിന്ന് രക്ഷ നേടിക്കൊണ്ട്, ഹറാമുകൾ ചെയ്യാതെ കൃത്യമായി നിസ്കരിച്ചു സ്വലാത്ത് ചൊല്ലി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള ഗൗരവമുള്ള സൂറത്താണ് സൂറത്തുൽ മുൽക്ക് അഥവാ തബാറക്കല്ലദി. എല്ലാ ദിവസവും അത് പാരായണം ചെയ്തു അനേകം സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹുവിന്റെ ഖബറിന്റെ അദാബിൽ നിന്ന് ദുആ ചെയ്ത് രക്ഷ നേടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ 7:30 ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ആരംഭിക്കും.
എല്ലാ സഹോദരങ്ങളും നേരത്തെ വരണം. വിശ്വാസത്തിന്റെ സൗന്ദര്യം എന്ന മനോഹരമായ വിഷയമാണ് നാളെ ചർച്ച ചെയ്യുന്നത്. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളൊക്കെയും ഈ സദസ്സിൽ വന്നിരിക്കണം. അവർക്ക് കൂടി ഉപകാരപ്രദമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ മഹനീയ വേദിയിൽ ദുആ ഒരാൾക്കും നഷ്ടപ്പെടരുത്. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു 3 സ്വലാത്ത് ചൊല്ലുക. വലിയ ഈ സദസ്സിൽ ചെറിയ ഒരു ദുആ നല്ല മനസ്സോടെ ചെയ്തിട്ട് നമുക്ക് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على